بسم الله الرحمن الرحيم واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم قال الله عز وجل محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد باسط المعروف جامعه محمد صاحب الإحسان والكرم محمد تاج رسل الله قاطبة محمد صادق الأقوال والكلم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة الدنيا وبهجتها محمد كاشف الغمات والظلم محمد طابت الدنيا ببعثته محمد جاء بالآيات والحكم صلى الله وسلم عليك يا سيدنا يا رسول الله وعلموا أمة سيدنا محمد. ആദരണീയരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, മറ്റ് സാദാത്യങ്ങൾ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, പ്രവാചക സ്നേഹികൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അഷ്റഫുൽ ഖൽഖി താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തരമായ കഥാകഥനം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രവാചക സ്നേഹികളായ ഭക്തവിശ്വാസികളുടെ സദസ്സിൽ, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സദസ്സിൽ, പ്രവാചക പുങ്കവരെ വാഴ്ത്തിപ്പറയുന്ന പ്രശംസയുടെ സദസ്സിൽ, അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള സദസ്സിൽ ഈ ഒരുമിച്ച് കൂടിയ പോലെ അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഈ ദിനരാത്രങ്ങൾ നാളെ ആഖിറത്തിൽ സന്തോഷിക്കാൻ സഹായകമായ പ്രവർത്തനത്തിൽ മുഴുകി ഇതിനെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എവിടെ നിന്ന് ആരംഭിക്കണം? ഏത് വർഷം മുതൽ, ഏത് യുഗം മുതൽ, ഏത് പ്രദേശം മുതൽ, ഏത് വ്യക്തി മുതൽ ആരംഭിക്കണം? സ്വാഭാവികമായും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. വളരെ പരത്തി പറയാൻ സമയം വിശാലമല്ല. പ്രധാനമായുള്ളത് പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ആദിയായ കാരണക്കാരൻ, അഖില ലോകത്തിനും ഹേതുഭൂതരായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അകവും പുറവും അടുത്തറിഞ്ഞ നമ്മുടെ സമുദായത്തിലെ പൂർവകാല മതപണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പേരാണ് അഖില ലോകത്തിനും ഹേതുഭൂതരായ സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക സത്യം പ്രഖ്യാപിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ സൃഷ്ടിപ്പിന് തുടക്കമായി അല്ലാഹു തആല ഉദ്ഘാടനം കുറിച്ച ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖൽഖുൽ അവ്വൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നൂറുൽ മുഹമ്മദി
സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്ന് തുടങ്ങണം. പക്ഷേ വേദാന്തപരമായ ആധ്യാത്മിക മാനങ്ങളുള്ള പുന്നാര നബിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളകളിലേക്ക് ചെന്ന് ചർച്ച ചെയ്യാൻ അതിനു മാത്രമുള്ള പരിജ്ഞാനം നിങ്ങളുടെ മുമ്പിലുള്ള വാഗ്മിക്കില്ല. അതുകൊണ്ട് തന്നെ സൂചനാരൂപത്തിലുള്ള ചിലതൊക്കെ പറയുകയല്ലാതെ അതിലും അപ്പുറം കടന്നു ചെല്ലാനുള്ള അറിവ് എനിക്കില്ല, പലർക്കുമില്ല. അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അടുത്തു ചൊല്ലുവാൻ, അവിടത്തെ കുറിച്ചുള്ള മഅരിഫത്ത്, അവിടത്തെ കുറിച്ചുള്ള മഹബത്ത് വർദ്ധിക്കുന്നവരിൽ നമ്മെ കൂട്ടിത്തരട്ടെ. ആമീൻ. ഒരു സുപ്രഭാതത്തിൽ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മകനായി ഒരു പ്രത്യേക പ്രദേശത്ത് ജനിച്ചു വന്ന, കാലഘട്ടം വളർത്തിയ ഒരു നേതാവല്ല ഹസ്രത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രദേശത്തിലെ പ്രതികൂലമായ സാഹചര്യ സന്ദർഭങ്ങൾ കണ്ടുപഠിച്ച് പ്രശ്നങ്ങളുടെ സങ്കീർണതകളിൽ നിന്ന് ചിന്തിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു പരിഷ്കർത്താവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുരുനാഥന്മാരുടെ ശിക്ഷണം നൽകിയവരുടെ, താൻ ബന്ധപ്പെട്ട് പരിചയപ്പെട്ടവരുടെ ഗുരുത്വം കൊണ്ട്, അവരുടെ ശിക്ഷണം കൊണ്ട്, അവരുടെ അധ്യാപനം കൊണ്ട് എല്ലാം പഠിച്ചു വളർന്ന ഒരു പണ്ഡിതനല്ല ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. കാലഘട്ടത്തിന്റെ സംഭാവനയല്ല, പ്രദേശത്തിന്റെ സംഭാവനയല്ല, കുടുംബത്തിന്റെ സംഭാവനയല്ല. ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു അസ്സ വജൽ അഖില ലോകത്തിന് റഹ്മത്തായി തെരഞ്ഞെടുത്ത് നിയോഗ പുരുഷനായി എല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുത്തയച്ച അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദാനമാണ്, അതാആണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പറയുമ്പോഴേ കുറച്ചെങ്കിലും ആ വ്യക്തിത്വത്തിന്റെ ചരിത്രത്തോട് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ലോകത്ത് വിവിധ സംഭാവനകൾ അർപ്പിച്ച ദിശനാശാലികൾ ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്, ഭരണാധികാരികൾ, ചക്രവർത്തിമാർ, പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ. അവരോരോരുത്തരും വളർന്നു വലുതായത് സാഹചര്യത്തിന്റെ സൃഷ്ടികളായാണ്. അവരവരുടെ കാലഘട്ടമാണ് അവരെ വളർത്തിയത്, അവരുടെ ഗുരുനാഥന്മാരാണ് അവരെ വളർത്തിയത്, അവരുടെ ജീവിത സാഹചര്യമാണ് അവരെ വളർത്തിയത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും വളർത്തിയത്, ഉയർത്തിയത്, തെരഞ്ഞെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാവർക്കും കഴിവുകൾ ദാനം ചെയ്യുന്നവൻ അല്ലാഹു തന്നെയാണ്. എന്നാലും അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. ഈ കാര്യകാരണ ബന്ധങ്ങളിലൂടെ കാര്യങ്ങളെ നടത്തുന്ന അല്ലാഹു തആല ഭൗതിക ലോകത്തിലെ നീതി അനുസരിച്ച് ഓരോരുത്തരെയും അവരവരുടെ ഗുരുനാഥന്മാരുടെയോ രാജ്യത്തിന്റെയോ സാഹചര്യത്തിന്റെയോ കാലഘട്ടത്തിന്റെയോ സംഭാവനകളുടെ സ്വാധീനമനുസരിച്ച് വളർത്തുന്നു, ഉയർത്തുന്നു, ഇകഴ്ത്തുന്നു. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്താനും വളർത്താനും സർവ സൃഷ്ടികളുടെ നേതാവാക്കാനും അല്ലാഹു തആലയുടെ സൃഷ്ടി ചരാചര ലോകത്ത്, കോടാനുകോടി മനുഷ്യ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കാനും അല്ലാഹു തീരുമാനിച്ചു തെരഞ്ഞെടുത്ത അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ കാലത്ത് വരണം, അതിന് പറ്റുന്ന മാതാപിതാക്കളിലൂടെ ജനിക്കണം, അതിന് പറ്റുന്ന ഒരു പ്രദേശത്ത് പ്രവർത്തിക്കണം, അതിന് പറ്റുന്ന ഒരു പാരമ്പര്യം, ഒരു പൈതൃകം, ഒരു താവഴി, ഒരു കീഴ്വഴക്കം, ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒത്തുചേരണം. അതെല്ലാം ഒത്തുചേർന്ന ചരിത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ പറയട്ടെ, അല്ലാഹു തആല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാലം വേണം. ഒരുങ്ങി നോക്കി പാർത്തിരിക്കണം. ആകാംക്ഷാഭരിതരായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭം എത്തിച്ചേരണം. മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകണം, ശരീരത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകണം, സംസാരം കേട്ടാൽ മനസ്സിലാകണം, ആ പ്രദേശത്തെ മാതാവിനെ കണ്ടാൽ മനസ്സിലാകണം, പിതാവിനെ കണ്ടാൽ മനസ്സിലാകണം, ആ പ്രദേശത്തെ കണ്ടാൽ മനസ്സിലാകണം. ഇത് അഖില ലോകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവാണ്. ഇത് റസൂലുള്ളാഹിയുടെ
പിതാവാണ്. ഇത് റസൂലുള്ളാഹി വരാനുള്ള പ്രദേശമാണ്. ആ പരുവത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിശക്തമായി എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അല്ലാഹു തആല അവന്റെ ഹബീബിനെ ഈ ഉലകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ആസൂത്രിതമായ പ്രവർത്തനം. അല്ലാഹു ഹക്കീമാണ്. ആ ഹിക്മത്ത് എല്ലാം കാണാതിരിക്കുകയില്ല. ലോകത്തെത്ര പ്രതിഭാശാലികളുണ്ട്. അവർ ഈ ലോകത്ത് ജനിക്കുന്നതിന്റെ മുൻപ് 5 മിനിറ്റ് മുമ്പെങ്കിലും ഇതാ ഇങ്ങനെ ഒരു മഹാത്മാവ് വരാൻ പോകുന്നു എന്ന ഒരു അനൗൺസ്മെന്റ് ഏതെങ്കിലും ഒരു റേഡിയോ ചാനലിലൂടെ, ഏതെങ്കിലും ഒരു പ്രസംഗ പീഠത്തിലൂടെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ചല്ലാതെ. ആൽബർട്ട് ഐൻസ്റ്റൈൻ വന്നു, ഐസക് ന്യൂട്ടൺ വന്നു, ഗാന്ധിജി വന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു, കാൾ മാർക്സ് വന്നു. സമൂഹത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രതിഭാശാലികളുടെ കുറച്ചു പേര് പറഞ്ഞതാണ്. അവരുടെ അമ്മമാർ അവർക്ക് ജന്മം നൽകുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് പോലും ആ അമ്മയ്ക്ക് പോലും അറിയില്ല എന്റെ ഈ ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ഈ ഉലകത്തെ കൈയടക്കുന്ന നേതാവാണെന്ന്. കാരണം എന്തേ? അവരെല്ലാവരും ജനിച്ച ശേഷം അവരുടെ കഴിവുകളനുസരിച്ച്, അവരുടെ സാഹചര്യത്തിനനുസരിച്ച്, അവരുടെ കാലഘട്ടത്തിൽ പഠിച്ച് പ്രവർത്തിച്ച് വളർന്ന് വലുതായവരാണ്. അതേ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വയം വളരാനുള്ള ശ്രമം അല്ല നടത്തിയത്. സ്വയം എഴുതാനോ, സ്വയം പഠിക്കാനോ, സ്വയം പുസ്തകം വായിക്കാനോ, സ്വയം ശിക്ഷണം നേടാനോ ഹബീബ് റസൂലുള്ളാഹി ഒരിക്കൽ പോലും മെനക്കെട്ടിട്ടില്ല. അത് അല്ലാഹു തെരഞ്ഞെടുത്ത നിയോഗ പുരുഷനാണ്. തബാറക്കല്ലാഹു മാ വഹ്യുൻ ബിമുക്തസബി. അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഈ ദിവ്യ സന്ദേശം വഹ്യ് അതൊരിക്കലും ആർജിത സ്വത്തല്ല, സമ്പാദിച്ചുണ്ടാക്കുന്നതല്ല. അത് അല്ലാഹു ദാനമായി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അഖില ലോകത്തിന്റെ നേതാവിനെ ഈ ഉലകത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുൻപ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള പ്രചാരണങ്ങൾ, അതിനുള്ള സർവമാന സൗകര്യങ്ങളും നേരത്തെ തയ്യാറാക്കണം. ഇതെന്ന് തുടങ്ങി. ലോകത്ത് മറ്റൊരു നേതാവിനുമില്ലാത്ത ഈ ഒരു അസാധാരണ ഭാവം ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നാം ആദ്യം പഠിക്കണം. ഈ വിനീതൻ ഇന്നത്തെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്ന വിഷയം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് കളമൊരുക്കുകയാണ്. ആരാണ് കളമൊരുക്കിയത്? അല്ലാഹു അസ്സ വജൽ. എല്ലാം റെഡിയാക്കിയിട്ട് വേണം വരാൻ. 63 വയസ്സേ ഈ ഉലകത്തിൽ ഭൗതിക ബോഡിയോടുകൂടി ജീവിക്കുന്നുള്ളൂ. 23 വർഷക്കാലമേ നിയോഗ ദൗത്യം പ്രവർത്തന പദത്തിൽ വരുത്തുന്നുള്ളൂ. ഈ 23 വർഷം കൊണ്ട് ലോകാവസാനം വരെയുള്ള പരകോടി ജനങ്ങളെ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കണം. അതിന് പ്രാപ്തമായ ഒരവസ്ഥ വേണം. എങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പഴയകാല പാരമ്പര്യം ശരിയാക്കിയെങ്കിലേ നടക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു മഹാസമ്മേളനം നടക്കും. ബുദ്ധിമാന്മാരായ കുറെ ആളുകൾ തീരുമാനിച്ചു സമ്മേളനം നടത്താൻ. വലിയ സമ്മേളനമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അവരുടെ നേതാവിന്റെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. എങ്കിൽ ആ ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എത്രയാണ്? വരുന്നവരൊക്കെ വരട്ടെ? അല്ല, അതിന് പ്രചാരണം നടത്തണം. ആദ്യമായി ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് തീരുമാനിക്കണം. പിന്നീട് തീയതി നിശ്ചയിക്കണം. പിന്നീട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പെർമിറ്റ് വാങ്ങണം. അതിനുശേഷം നോട്ടീസ് അടിക്കണം, ചുവരെഴുത്ത് നടക്കണം, അനൗൺസ്മെന്റ് നടക്കണം, റേഡിയോ പ്രക്ഷേപണം നടക്കണം, പ്രഭാത പേരി മുഴക്കണം, സൈക്കിൾ റാലി നടക്കണം. ഇങ്ങനെ 100 കൂട്ടം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രം പോരാ. സമ്മേളനത്തിന്റെ വേദി ഒരുക്കണം, ട്യൂബ് ഘടിപ്പിക്കണം, സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്യണം, എല്ലാം റെഡിയാക്കി കമാനങ്ങൾ ഒരുക്കണം, സ്വാഗതം എഴുതി വെക്കണം. അങ്ങനെ ഒരു വലിയ സമ്മേളനത്തിൽ മുഖ്യ നേതാവിന്റെ 2 മണിക്കൂർ പ്രഭാഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ 6 മാസവും 1 വർഷവും നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ അഖില ലോകത്തിന്റെ കാരണഭൂതരായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമ ദൂതനായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ നടത്താൻ പോകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്രമാത്രം പ്രചാരണം വേണം, എന്തുമാത്രം പരസ്യം വേണം, എന്തുമാത്രം ചുമരെഴുത്ത് വേണം, എവിടെയെല്ലാം കൊടിയുയർത്തണം, എവിടെയെല്ലാം പ്രഭാത പേരി മുഴങ്ങണം, എല്ലാം നടന്നിട്ടുണ്ട്.
അതിനുശേഷമാണ് ബീവി ആമിന റളിയല്ലാഹു അൻഹായിലൂടെ ആ പിൻസോമന പൈതൽ തെക്കേ അറേബ്യയിലെ മക്കായിലെ കഅബാലയത്തിന്റെ വലതുവശത്തുള്ള സഫാ കുന്നിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ പൂജാതനാകുന്നത്. അങ്ങനെ അങ്ങ് ജനിച്ചാൽ പോരാ, അതിനു മുമ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇന്ന് നമ്മുടെ വിഷയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിനു മുൻപ് അള്ളാഹു നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ്. ഇപ്പോഴീ പ്രസംഗത്തിന്റെ 5 മിനിറ്റ് മുൻപ് എന്തെല്ലാം ഉണ്ട് എന്ന് ഒരൊറ്റ നോട്ടത്തിൽ പതുക്കെ നോട്ട് ചെയ്തപ്പോൾ 16 നമ്പർ ഒറ്റ വായനയിൽ ഞാൻ വായിക്കാം. ഈ പ്രസംഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠനത്തിൽ ഒരു സമഗ്ര പഠനമാകണമെന്ന് ഞാൻ ആശിക്കുന്നു. ഹബീബിനെ അറിയാത്തവർക്ക് അറിയാൻ കഴിയണം, തീരെ പഠിക്കാത്തവർക്ക് നല്ലപോലെ പഠിക്കാൻ കഴിയണം, കുറച്ചൊക്കെ പഠിച്ചവർക്ക് വളരെ കൂടുതൽ പഠിക്കാൻ സാധിക്കണം. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആദ്യമായി അള്ളാഹു തആല ചെയ്തത് അവന്റെ ഹബീബിനെ ആദ്യ സൃഷ്ടിയായി തെരഞ്ഞെടുത്ത് ആദ്യമായി സൃഷ്ടിക്കുന്നു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശ ചൈതന്യത്തെ സർവ്വ സൃഷ്ടികളിലും സന്നിവേശിപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികൾക്കും ആ ഹബീബിന്റെ പ്രാതിനിധ്യം വേണം. എല്ലാവരിലും ആ ഹബീബിന് ഒരു പ്രത്യേക ബന്ധം ശാരീരികമായി തന്നെ വേണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം. 3, സ്വർഗ ആകാശ സൗരയൂഥ മണ്ഡലങ്ങളിലാകെ പ്രധാന കേന്ദ്രങ്ങളിൽ മുഴുവൻ ആ ഹബീബിന്റെ അനശ്വരമായ നാമം വളരെ വലിയ അക്ഷരത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്നു. 4, പ്രാപഞ്ചിക വസ്തുക്കളിൽ അത്ഭുതകരമായ രൂപത്തിൽ പലയിടത്തും ആ ഹബീബിന്റെ വിശുദ്ധ നാമം കുത്തിയിടുന്നു, കോറിയിടുന്നു. 5, പ്രവാചകന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരെ മുഴുവൻ വിളിച്ചു ചേർത്ത് ഈ നേതാവിന്റെ ബഹുമതിയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തി അവരുടെ മുഴുവൻ സമ്മേളനത്തിൽ പ്രതിജ്ഞാ സമ്മേളനം നടക്കുന്നു. അവരെ കൊണ്ട് മുഴുവൻ ഈ നേതാവിനെ കൊണ്ടുള്ള പരിചയപ്പെടുത്തൽ പ്രസംഗം അല്ലാഹു തആല നേരിട്ട് നടത്തുന്നു. 6, പൂർവവേദങ്ങളിൽ എല്ലാവിധ വേദാന്ത സത്യങ്ങളിലും എല്ലാവിധ ഈശ്വരീയ വാണികളിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യസന്ദേശങ്ങളിലും ഈ ഹബീബിനെ പരിചയപ്പെടുത്തുന്ന, ഈ ഹബീബിനെ മനസ്സിലാക്കി കൊടുക്കുന്ന സർവമാന പരാമർശങ്ങളും നൽകുന്നു. 7, പ്രവാചകന്മാർ ഓരോരുത്തരും ജീവനോടെ വന്ന് താങ്കളുടെ സമൂഹത്തിൽ വരാനിരിക്കുന്ന ഹബീബിനെ കുറിച്ച് പരസ്യം ചെയ്യുന്നു, പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 8, പൂർവ പ്രവാചകന്മാരുടെ അനുയായികൾ അത് കേട്ടു ഏറ്റെടുത്തു പ്രചാരണം ശക്തിപ്പെടുത്തുന്നു. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട് നീളെ പറഞ്ഞു നടക്കാൻ 10,000 ആളുകളെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഇത് ഹബീബിന്റെ 40 വയസ്സിനു ശേഷമല്ല, ഹബീബിന്റെ ജന്മത്തിനു ശേഷമല്ല, അവിടുന്ന് ഈ ഉലകത്തിൽ കാല് കുത്തുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നാട് നീളെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ 1000 ആളുകളെ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണമാണ് നമുക്ക് പറയാനുള്ളത്. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപഭാവത്തിന്റെ ആകാരത്തിന്റെ ചിത്രം, പുന്നാര നബിയുടെ ഫേസ്, ആ ചിത്രം പോലും വേണ്ടടുത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്വേഷിക്കാം. 10, പലർക്കും ഈ ഉലകത്തിലേക്ക് വരാനിരിക്കുന്ന ആ ഉലകത്തിന്റെ നേതാവിനെ കുറിച്ച് സ്വപ്നദർശനത്തിലൂടെയുള്ള പരിചയം നൽകുന്നു. 11, പ്രധാന ദേവാലയങ്ങളിൽ, ചർച്ചുകളിൽ, ക്ഷേത്രങ്ങളിൽ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ആ ഹബീബിനെ കുറിച്ചുള്ള അന്വേഷകന്മാർ കാത്തിരിക്കുന്നു. എവിടെ എവിടെ കണ്ണും നട്ടിരിക്കുന്നു, എപ്പോഴാണ് വരിക, ഇപ്പോഴാണ് വരിക. ഈ അന്വേഷകന്മാർ ഒരുങ്ങി കാത്തു നിൽക്കുന്നു. 12, പലരും ഹബീബ് അടുത്തു വരും, അടുത്ത് ജനിക്കും. ആ ജന്മസ്ഥാനത്ത് ചെന്ന് അവിടുന്ന് പലായനം ചെയ്യുന്ന മദീനയിൽ ചെന്ന് താവളമുറപ്പിക്കുന്നു. വരുന്ന ദിവസം തന്നെ കൈപിടിക്കാൻ വേണ്ടി 10 മുൻപ് ജന്മസ്ഥാനത്ത് ചെന്ന് 10 സെന്റ് ഭൂമി വാങ്ങി വീട് വെച്ച് ആ മദീനയിൽ താമസിക്കുന്നു. എത്രയോ എത്രയോ ആയിരങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. 13, വിവരമറിഞ്ഞവർ
വരുന്ന ആ ഹബീബിനെ സ്വീകരിക്കാൻ, ഈ ഉലകത്തിന്റെ നായകനെ സ്വീകരിക്കാൻ, അവിടുന്ന് വരുമ്പോൾ താമസിക്കാൻ, അവിടുന്ന് ജനിക്കുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നബിക്ക് താമസിക്കാനുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. ആരറിഞ്ഞു ഈ കഥയൊക്കെ? ഇങ്ങനെയൊക്കെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയ ശേഷമാണ് അഖില ലോകത്തിന്റെ ഖാലിഖായ ഹക്കീമായ അല്ലാഹു അവന്റെ ഹബീബിനെ ഈ ഉലകത്തിലേക്ക് പറഞ്ഞു വിട്ടത്. ഏതായിരുന്നു ആ വീട്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആരായിരുന്നു തിരുനബിക്ക് താമസിക്കാനുള്ള വീട് തിരുനബി ജനിക്കുന്നതിന്റെ മുൻപ് തന്നെ സംഭാവന ചെയ്ത് പണിത് കഴിപ്പിച്ചത്? അത് നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. 14 ബഹുദൈവവാദികളുടെ ആരാധ്യ ചിഹ്നങ്ങളിൽ, പ്രതിമകളിൽ, പ്രതിഷ്ഠകളിൽ വ്യത്യാസം കാണുന്നു, ചലനം കാണുന്നു, അവരുടെ പ്രതിഷേധം മുഴങ്ങുന്നു. 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ മാതൃ കുടുംബത്തിൽ വേണ്ടപ്പെട്ട അറിവുകൾ നൽകുന്നു. ഒരുങ്ങിക്കൊള്ളുക, കാത്തിരുന്നു കൊള്ളുക, പേര് നൽകേണ്ടത് ഇങ്ങനെ, വളർത്തേണ്ടത് ഇങ്ങനെ, ഇവൾ ഇന്നവൾ എന്ന വിവരം നേരത്തെ അനൗൺസ്മെന്റ് നടത്തുന്നു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ ഉലകത്തിൽ നടത്തിയ ഏറ്റവും വലിയ മറ്റൊരു സംഭവം ആകാശ ലോകങ്ങളിലേക്കുള്ള മനുഷ്യവർഗങ്ങളുടെ, ഭൂതവർഗങ്ങളുടെ അക്രമപരമായ കടന്നുമയറ്റം നിരോധിക്കപ്പെടുന്നു. ഇനി അങ്ങോട്ട് കടക്കാൻ വയ്യ, ഇനി ആരെങ്കിലും അങ്ങോട്ട് കടന്നു കയറിയാൽ പിടിക്കപ്പെടും. ഈ ഒരവസ്ഥയിൽ ആകാശ ലോകത്തെ ശക്തമായി ഭദ്രമാക്കപ്പെടുന്നു. അങ്ങനെ ഈ ഭൂമിയും ആകാശവും സ്വർഗവും സർവ്വലോകവും കാത്തിരുന്ന് ഒരുങ്ങി നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവ്, ആ തിരുവരവ്, ആ തിരു ആഗമനം ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞു തീർത്ത ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉലകത്തിൽ വന്നത്. ഇത് ഇന്നത്തെ പ്രസംഗത്തിന്റെ സംക്ഷിപ്തമാണ്. ഇത്രയും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ വരുന്നതിന്റെ മുൻപ്, അവിടുന്ന് ജനിക്കുന്നതിന് മുൻപ് അള്ളാഹു നടത്തിയോ എന്ന അന്വേഷണമാണ് നാം നടത്തുന്നത്. നമുക്ക് ചരിത്രത്തിലേക്ക് അന്വേഷിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. എല്ലാം വായിക്കാൻ സൗകര്യമാണ്, പഠിക്കാൻ സുഗമമാണ്. എന്തുകൊണ്ട്? 12,000-ഓളം വരുന്ന സ്വഹാബിമാർ തിരുനബിയെ കണ്ടും കേട്ടും ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർവ്വവേദങ്ങളായ പഴയ നിയമവും പുതിയ നിയമവും, തൗറാത്തും ഇൻജീലും സബൂറും അവലംബിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ വരവിനെ കുറിച്ചുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആ കാലഘട്ടത്തിലെ വേദാന്തികൾ നടത്തിയിട്ടുണ്ട്. അത് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഖുദൂ അൻ ബനി ഇസ്രായീല വലാ ഹറജ. ഇസ്രായേൽ പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ അഹ്ലുൽ കിതാബിൽ നിന്ന്, വേദവാസികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് സ്വീകരിക്കാം എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വായിച്ചപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ തയ്യാറെടുപ്പിൽ ഞാൻ ചിന്തിച്ചു പോയത്, അവധാനപൂർവം ഈ വിഷയം ഡീപ്പായി പഠിച്ച് അവതരിപ്പിക്കാൻ ഒരുങ്ങിയാൽ ദശദിന പ്രഭാഷണത്തിന്റെ അവസാനത്തെ ദിവസം ആമിന ബീവി റളിയല്ലാഹു അൻഹാ ആ മുത്തുമോനെ പ്രസവിച്ച് തീരൂല. പക്ഷേ ഇപ്പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്ന് പറഞ്ഞ് തീർത്ത് നാളെ തിങ്കളാഴ്ച രാവാണ് ഹബീബിന്റെ ജനനം നമുക്ക് ആസ്വദിക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തുടങ്ങട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശ ചൈതന്യത്തെയാണ് അല്ലാഹു ആദ്യമായി പടച്ചത്. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹുവിങ്കിൽ നിന്ന് അവന്റെ പ്രകാശ ചൈതന്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹിയെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് നൂറുൻ, പ്രകാശം, ചൈതന്യം, ഒളിവ്. ആ ഒളിവാണ് റസൂലുള്ളാഹി. അവിടുത്തെ ശരീരം മനുഷ്യന്റെ ശരീരമാണ്. അവിടുത്തെ സൃഷ്ടിപ്പിന്റെ ആത്മീയമായ പ്രഭാവമാണ് നാം ഈ പറയുന്നത്. ആത്മീയ സ്ഥാനവും ശാരീരിക സ്ഥാനവും ഒക്കെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ സാധിക്കും. അതൊന്നും കൂടുതൽ പറയേണ്ടതില്ല. അല്ലാഹു തആല പഠിപ്പിച്ചു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവാണ് ആകാശഭൂമണ്ഡലങ്ങളുടെ ആകമാനം പ്രകാശത്തിന്റെ സ്രോതസ്. എന്നാൽ മസലു നൂരിഹി, ഹബീബായ റസൂലുള്ളാഹി
തങ്ങളെ കുറിച്ചാണ് ആ പരാമർശമെന്ന് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ ജ്ഞാനികൾ പറയുന്നു. അല്ലാഹുവിന്റെ നൂറായ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ യഥാർത്ഥത്തിൽ അൽ മസൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. വലില്ലാഹിൽ മസലുൽ അഅലാ, അത്യുന്നതമായ അൽ മസൽ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വഭാവ ശുദ്ധികളെ ഈ ലോകത്ത് മനുഷ്യരൂപത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത എല്ലാവിധ ഉത്തമ സ്വഭാവങ്ങളുടെയും മൂർത്തിമദ്ഭാവമായ അൽ മസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തജഅലു ലില്ലാഹിൽ അംസാൽ, അത് കൂടുതൽ ആരുമില്ല, ഒരേ ഒരു അൽ മസൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി മാത്രമേ പറയാവൂ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. വേദാന്തപരമായ ആത്മജ്ഞാനപരമായ അത്തരം പൊരുളുകളെ കുറിച്ചുള്ള പ്രസംഗം പലപ്പോഴും പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് പറയാൻ മാത്രം ഞാനൊട്ട് ശക്തനുമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് താഴോട്ടിറങ്ങട്ടെ. അല്ലാഹു തആല ആദ്യമായി പടപ്പത്തരത്തിന് ഉദ്ഘാടനം കുറിച്ചത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇമാം ഇബ്നു അബി ഹാത്തം ഉദ്ധരിക്കുന്നു, അബൂ ഇസ്ഹാഖുൽ ജൗസാനി ഉദ്ധരിക്കുന്നു, ഹാഫിദ് സുയൂത്തി ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുൻതു അവ്വലൽ അംബിയാഇ ഖൽഖൻ വആഖിറഹും ബഅസൻ ശഫീഉനാ റസൂലുള്ളാഹി. സൃഷ്ടിപ്പ് ആദ്യമായി എനിക്കാണ് നടന്നത്. നിയോഗപരമായുള്ള പ്രവേശനം അവസാനമായി ഞാനാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ആദ്യമായി പടച്ചത് എന്നെയാണ്, അവസാന കണ്ണിയായി വന്നത് ഞാനാണ്. ഇത് മറ്റൊരു രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ഇബ്നു കസീർ അൽ ബിദായയിൽ ഉദ്ധരിക്കുന്നു, ഹാഫിദ് അബൂ നുഐം ദലായിലുൻ നുബുവയിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നു, ഇബ്നു ഹിഷാം ഉദ്ധരിക്കുന്നു, കുൻതു അവ്വലൻ നാസി ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. സൃഷ്ടിപ്പിൽ ആദ്യമായവൻ ഞാനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മനുഷ്യ പിതാവ്. ശാരീരികമായി ആദ്യ ലോകത്ത് മനുഷ്യ പിതാവായി വന്നത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആ ആദമിന്റെ സൃഷ്ടിപ്പിന്റെയും 10,000 വർഷങ്ങൾക്ക് മുൻപ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൈതന്യത്തെ, നൂറിനെ, പ്രകാശത്തെ അല്ലാഹു തആല പടച്ചു എന്ന ഇസ്ലാമിക സിദ്ധാന്തം ഇത് അംഗീകരിക്കാതെ ഇസ്ലാമിന്റെ മറ്റ് മൗലിക വിശ്വാസ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് പക്ഷേ വിശദമായി പറയണമെന്നുണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അതിൽ പലതും നിഗൂഢമായി തോന്നുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പല രൂപത്തിലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നൂറ് നിങ്ങളൊക്കെ കേട്ടത് ഞാൻ ആവർത്തിച്ച് പറയുക മാത്രം ചെയ്യുന്നു. അല്ലാഹു തആല കുൻതു കൻസൻ മഖ്ഫിയൻ ഫഅറദ്തു അൻ ഉറഫ് ഫഖലഖ്തുൽ ഖൽഖ് ഫബിയറഫൂനി. അവിടുന്ന് തുടങ്ങണം പ്രസംഗം. പക്ഷെ എനിക്ക് ധൈര്യമില്ല. അല്പജ്ഞാനിയായ ഞാൻ പറഞ്ഞു വല്ല തകരാറും വന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഞാൻ കുൻതു കൻസൻ മഖ്ഫിയൻ, നിഗൂഢമായ നിക്ഷേപമാണ്, നിധിയാണ്. സൃഷ്ടികളായി ആരുമില്ല, അവൻ ഏകനാണ്. അല്ലാഹു മാത്രം ഒറ്റയ്ക്ക് വാഴുന്നു. അങ്ങനെ ഒരവസ്ഥ പോരാ, ഞാൻ അറിയപ്പെടണം എന്ന് തീരുമാനമുണ്ടാകുന്നു. നൂറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ചൈതന്യത്തിന് അല്ലാഹു തആല സൃഷ്ടിപ്പ് നൽകുന്നു. ആ നൂറിന്റെ വിവിധ അംശങ്ങളായി വിഭാഗമായി തിരിച്ച് അമ്പിയാക്കളെ, ഔലിയാക്കളെ, മലായിക്കത്തിനെ, സ്വാലിഹീങ്ങളെ, മുഅ്മിനീങ്ങളെ, മറ്റു സൃഷ്ടികളെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നൂറിൽ നിന്ന് അവരുടെ മുഴുവൻ ആത്മാക്കളെ സൃഷ്ടിക്കുന്നു എന്ന ഇസ്ലാമിലെ വേദാന്ത പൊരുൾ. ഇതാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം. ഇതാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. അഫഅയിനാ ബിൽ ഖൽഖിൽ അവ്വലി ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ശൈഖുൽ മുഹായിമിയെ പോലുള്ള, ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ തങ്ങളെ പോലുള്ള, ബഹുമാനപ്പെട്ട ശൈഖ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അസ്സയ്യിദ് മഅറൂഫ് അൽ കർഖി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ശൈഖ് ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സൂഫിയാക്കളായ മഹാത്മാക്കൾ പറയുന്നു, അഫഅയിനാ
ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അൽ ഖൽഖുൽ ജദീദ് ബോഡിയോടുകൂടെ പരമാർത്ഥ ലോകത്തേക്ക്, ഭൗതിക ലോകത്തേക്ക് സൃഷ്ടികളെ പടക്കുന്ന സൃഷ്ടിപ്പ്. അൽ ഖൽഖുൽ അവ്വൽ അത് ഒളിവിന്റെ ലോകമാണ്, അത് നൂറാനിയത്തിന്റെ ലോകമാണ്, അത് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയയുടെ ലോകമാണ്. എങ്കിൽ അൽ ഖൽഖുൽ അവ്വൽ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം മനസ്സിലാകണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആദികാല സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ഹദീസ് ഞാൻ പറയാം. അൽ ഇമാം ഇബ്നുൽ ജൗസി അൽ വഫാഉ ബി അഹ്വാലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം സർഖാനി ശറഹുൽ മവാഹിബ് ഉദ്ധരിച്ചത് കാണാം. അബൂ സഈദ് നിസാബൂരി റളിയല്ലാഹു അൻഹു ഹിജ്റ 307 വഫാത്തായ മഹാനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആദികാല ചരിത്രകാരന്മാരെയാണ് എന്റെ ഈ പ്രസംഗത്തിൽ ഞാൻ അവലംബിക്കുന്നത്. പണ്ഡിതന്മാരോടൊക്കെ മുതാലിമീങ്ങളോട് അഡ്വാൻസ് ആയി പറയുന്നു, ഏതെങ്കിലും കേട്ടുകേൾവിയോ അല്ലെങ്കിൽ ചരിത്രത്തിൽ അവലംബിക്കാൻ പറ്റുന്ന പശ്ചാത്ത ഏതെങ്കിലും അക്ഷരങ്ങളെയോ അവലംബിച്ച് പ്രസംഗിക്കാൻ ഞാൻ തയ്യാറല്ല. ഇബ്നു ഹിഷാം, ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു സഅദ്, ഇബ്നു അസാക്കിർ, ഖത്തീബുൽ ബഗ്ദാദി തുടങ്ങി ആദികാല പ്രമുഖ ചരിത്രകാരന്മാരെ അവരുടെയും മുൻഗാമികളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ മേഖലയെയാണ് ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ അവലംബിക്കുന്നത്. ഇതെന്തിനാ പറയുന്നത്? ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു കിതാബിൽ ഉത്തരവാദിത്തപ്പെട്ട ആധികാരിക സ്വഭാവത്തിൽ ഒരു പണ്ഡിതൻ രേഖപ്പെടുത്താത്ത ഏതെങ്കിലും ഊഹാപോഹങ്ങളെ ഓർമ്മയുടെ വെളിച്ചത്തിൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പകൽ വെളിച്ചമാണ്. അതിൽ ഏതെങ്കിലും ഊഹാപോഹങ്ങളെ കടത്തിക്കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നതിന് ഉൾക്കൊള്ളുക. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം 307 മുമ്പ് എഴുതി വെച്ച അഷ്ശൈഖ് അബൂ സഈദ് അൻ-നിസാബൂരി രേഖപ്പെടുത്തിയ ചരിത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കട്ടെ. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ പടക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യമായി പടക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് ഭൂമി. അതൊക്കെ കുറെ അധികം പറയണം, ഞാൻ ആ ഭാഗമൊക്കെ വിടുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന്, ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൽ നിന്ന് ഹിയ ഖൽബുൽ അർളി വബഹാഉഹാ വനൂറുഹാ, അവിടെ നിന്ന് മണ്ണെടുത്തു കൊണ്ടുവരിക. മൂലകങ്ങളുടെ സ്രോതസ് മണ്ണാണ്. എല്ലാവിധ ആറ്റത്തിന്റെയും കേന്ദ്രം മണ്ണാണ്. ആ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരണം. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് മലായിക്കത്തിന്റെ നേതൃത്വത്തിൽ വരുന്നു. ആരൊക്കെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. ഒരു സ്വർണ്ണഖനി നിലമ്പൂരിൽ വരുന്നു എന്ന് കേട്ടാൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ ഓർഡർ, പിന്നീട് ലോക്സഭ പാസാക്കൽ, പിന്നീട് ശാസ്ത്രജ്ഞന്മാരുടെ പര്യവേഷണ വകുപ്പ് നിലമ്പൂരിലെത്തി സ്ഥലം കാണൽ, പിന്നീട് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ആയുധത്തോട് കൂടി വന്നുകൊണ്ട് പുറത്തേക്ക് മണ്ണെടുത്തു കൊണ്ടുപോകൽ, പിന്നീടാണ് ലാബറട്ടറിയിലെ പരിശോധന, പിന്നീടാണ് അതിന്റെ സൃഷ്ടിപ്പും അതിന്റെ തുറക്കലും പുറത്തെടുക്കലും കനിയെടുക്കലും. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്തിന്റെ സൃഷ്ടിപ്പ് ആദ്യമായി നടക്കട്ടെ. അല്ലാഹുവിന്റെ മലായിക്കത്ത്, അൽ ഫിർദൗസിന്റെ ചാർജുള്ള മലക്കുകൾ, അത്യുന്നത മേഖലയായ റഫീഖുൽ അഅല, അവിടെയുള്ള മലായിക്കത്തിന്റെ നേതൃത്വത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്ന് പര്യവേഷണം നടക്കുന്നു. ഫഖബല ഖബ്ലതൻ മിൻ മൗളിഇ ഖബ്രിഹി ശരീഫ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ത്യനാൾ വരെ അന്ത്യവിശ്രമത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത ഖബ്റു ശരീഫിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള മൺതരി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സംഘം എടുത്തുകൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോഴേ റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാകൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെ മരിച്ച് സാധാരണ ആളുകളെ മറയടക്കുന്നത് പോലെ മറയടക്കിയതല്ല ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുന്ന് കിടക്കേണ്ട ഖബർസ്ഥാൻ ആ റൗള ശരീഫ് ഈ ഉലകത്തിൽ വെച്ച് എല്ലാ പണ്ഡിതന്മാരുടെയും ഏകകണ്ഠമായ അഭിപ്രായമനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പോയിന്റ് അതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫ് ഉൾക്കൊള്ളുന്ന ആ പോയിന്റ്.
അല്ലാഹു തആല ജീവിതത്തിൽ പല തവണ നമ്മെ എല്ലാവരെയും അവിടെ എത്തിച്ചു തരുമാറാകട്ടെ. അവിടെ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയ അവിടെ മുതൽക്കാണ് സൃഷ്ടിപ്പിന്റെ തുടക്കം. ഇതൊന്നും കേവലം മൗലൂദ് കിതാബിൽ മാത്രമുള്ളതല്ല. മൗലിദ് കിതാബുകൾ എഴുതിയതൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. അവരെഴുതിയതിനൊക്കെ രേഖയും ഉണ്ടാകും. അവരും അവലംബിച്ച രേഖയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലായിക്കയുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്ത് നിന്നും പ്രത്യേകമായ മണ്ണ് കൊണ്ടുവന്ന് ആകാശ ലോകത്തെ മുഴുവൻ ചുറ്റിയടിച്ച് സ്വർഗ്ഗലോകങ്ങളിൽ മുഴുവൻ പര്യടനം നടത്തി അള്ളാഹുവിന്റെ അർശിന്റെ കുർസിന്റെ എല്ലാവിധ ആകാശ ഭൂമണ്ഡലങ്ങളെയും ചുറ്റിച്ച് പ്രദക്ഷിണം നടത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് വരാനുള്ള റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്തിനെ പടക്കാൻ കേന്ദ്രമാക്കിയ സ്ഥലത്തെ ഫഅറഫത്തിൽ മലായികത്തു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല അൻ തഅരിഫ ആദം അബൽ ബശർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മലായിക്കത്ത് കാണും മുമ്പ്, പരിചയപ്പെടും മുൻപ് റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവിനെ അവരെല്ലാം പരിചയപ്പെട്ടു. ثم كان نور محمد صلى الله عليه وسلم يرى في غرة جبهة آدم. അങ്ങനെ അതിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. സഹീഹുൽ ബുഖാരി ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് പ്രത്യേകമായി കുഴിച്ചെടുത്ത് പ്രത്യേകമായി ഒഴിഞ്ഞ് കുഴങ്ങാക്കി മാവാക്കി മനുഷ്യ ബോഡിയാക്കി മലായിക്കത്ത് നേതൃത്വം നൽകി അവിടെ പടച്ച് വർഷങ്ങളോളം കഴിച്ചുകൂട്ടിയ സംഭവം സഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ മൗലിക യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത ഒന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ആ നൂറാനിയത്തിന്റെ വെളിച്ചത്തെ സന്നിവേശിപ്പിച്ചു. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ അത് വന്നു. യാ ആദമു ഹാദാ സയ്യിദു വുൽദിക മിനൽ മുർസലീൻ. നിങ്ങളുടെ പൊന്നുമോൻ, ഈ ഉലകത്തിന്റെ നായകൻ ഇതാ നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ ശരീരത്തിലൂടെ വഹ്റിലൂടെ മുതുകിലൂടെ പരമ്പരാഗതമായി റസൂലുള്ളാഹി തങ്ങളുടെ നൂറിനെ ആ ഒളിവിനെ അല്ലാഹു തആല പരമ്പരയായി പരിശുദ്ധ താവഴിയിലൂടെ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇത് ഖുർആനാണ്. ഏത് തഫ്സീർ എടുത്തു നോക്ക്. വതഖല്ലുബക ഫിസ്സാജിദീൻ. സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മഹാത്മാക്കളുടെ മുതുകിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റി പരമ്പരയായി വഴക്കമായി പൈതൃകമായി തങ്ങളെ നാം കൊണ്ടുവന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഇതല്ലാത്ത ഒരർത്ഥതലം ഈ ആയത്തിന് യോജിക്കൂല. വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇമാം ഇബ്നു കസീർ മുതൽ ഇമാം ആലൂസി മുതൽ മുഴുവൻ വ്യാഖ്യാനങ്ങളിലും റസൂലുള്ളാഹി തങ്ങളുടെ ആ നൂറാനിയത്തിന്റെ പാരമ്പര്യ വഴക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. സുജൂദ് ചെയ്യുന്ന പ്രവാചകന്മാരിലൂടെയും സ്വാലിഹീങ്ങളിലൂടെയും ഏകദൈവ വിശ്വാസികളിലൂടെയും ആദം നബി മുതൽ ആദമിൽ നിന്നും ആ നൂറാനിയത്ത് സ്വന്തം മകൻ ശീസിലേക്ക് മാറി. അതിനെക്കുറിച്ച് ഹദീസ് പറയുന്നു. ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹ, നമ്മുടെ പിതാമഹി, അവര് ഓരോ പ്രസവത്തിനും ഇരട്ട കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുക. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവിനെ കൈമാറ്റം നടക്കാൻ പോകുന്ന തന്റെ സന്താനം രണ്ടായി പ്രസവിച്ചാൽ വിഷമിക്കുമല്ലോ. അതുകൊണ്ട് ഒരു പ്രസവത്തിൽ ഫഇന്നഹാ വലദതുഹു വഹ്ദഹു കറാമത്തൻ ലിസയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയുടെ നൂറാനിയത്തിനെ അല്ലാഹു തആല സന്നിവേശിപ്പിച്ച് മാറ്റിയ ഷീസ് അലൈഹിസ്സലാം, അത് ഒറ്റക്കാണ് ജനിച്ചത്. ഷീസ് നബി അലൈഹിസ്സലാം ആദം നബിക്ക് ഹവ്വാ ബീവിക്ക് ഒറ്റക്ക് ജനിച്ചു. മറ്റതൊക്കെ ഇരട്ടയായാണ് പ്രസവിച്ചത്. അങ്ങനെ ഷീസ് നബിയിലൂടെ ആ നൂറ് വരുന്നു. ثم لم يزل النور ينتقل من طاهر إلى طاهر إلى أن ولد صلى الله عليه وسلم. അങ്ങനെ ശുദ്ധിയുള്ള ആളുകളിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ച മഹാന്മാരുടെ മുതുകിലൂടെ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്ത് കടന്നു വന്നു. ഇതെല്ലാം ഹദീസ് തന്നെ എടുത്ത് അവലംബിച്ചു സമർത്ഥിക്കാൻ പുറപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് കിതാബുകളിൽ ധാരാളമുണ്ട്. അൽ ഹാഫിൾ ഇമാം അബൂ നുഐഫ് റളിയല്ലാഹു അൻഹു
2 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടാക്കിയ ആളാ. റസൂലുള്ളാഹി തങ്ങളുടെ ഈ നൂറാനിയത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും റസൂലുള്ളാഹി തങ്ങളുടെ പ്രവാചകത്വത്തിനുള്ള തെളിവുകളായി അള്ളാഹു നൽകിയതിനെ കുറിച്ചും മാത്രം ഒരു പ്രൗഢമായ ഗ്രന്ഥം എഴുതിയിരിക്കുന്നു ദലായിലുൻ നുബുവ. 8 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ മറ്റൊരു പണ്ഡിതനാണ് അൽ ഇമാമുൽ ബൈഹഖി റളിയല്ലാഹു അൻഹു. പറയട്ടെ, ഇസ്ലാമിക സമൂഹത്തിന് സേവനം ചെയ്ത മുഴുവൻ ആളുകൾക്കും ജിന്ദാബാദ് വിളിക്കണം. 8 ലക്ഷം ഹദീസ് ഹൃദിസ്ഥമാക്കിയ ശാഫി മദ്ഹബുകാരനായ പ്രമുഖ മദിയായ മുഹദ്ദിസാണ് അൽ ഇമാമുൽ ബൈഹഖി റളിയല്ലാഹു അൻഹു. അവരും ഒരു കിതാബ് ഇതിനു വേണ്ടി മാത്രം ദലായിലുൻ നുബുവ മഹാനായ ബൈഹഖി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള 100 കണക്കിന് ഹദീസുകൾ. ഞാൻ ചോദിക്കട്ടെ, 8 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ഹദീസ് മനഃപ്പാടമാക്കി ഇസ്ലാമിന്റെ മൗലിക സത്യങ്ങളെക്കുറിച്ച് ഉള്ളും പുറവും പഠിച്ച് ആത്മജ്ഞാനികളായ മഹാത്മാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ ഔന്നിത്യത്തെ പ്രകടമാക്കി തരാൻ വേണ്ടി അവരുടെ ഉസ്താദുമാര് വഴി റസൂലുള്ളാഹി തങ്ങളിലേക്ക് സഹാബത്തിലേക്ക് എത്തുന്ന പരമ്പരയിലൂടെ ഉദ്ധരിച്ച 100 കണക്കിന് ഹദീസുകൾ. ആ സത്യങ്ങളെക്കുറിച്ച് മുസ്ലിം ലോകം വിസ്മരിക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നു, ഈ കാലഘട്ടം വിസ്മരിച്ച റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യത്തെപ്പറ്റി പ്രകാശിപ്പിക്കുന്നതായിരിക്കും അള്ളാഹു എനിക്കും നമുക്കും തരുന്ന ഏറ്റവും വലിയ നിഅമത്ത്. അള്ളാഹു അതിന് നമ്മളെ സാധിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹിന്റെ മഹത്വം 1 ഇഞ്ച് വലുതാകാൻ സത്യമായ വല്ല വാക്കും പറയാൻ സാധിക്കോ? ഈ ഹയാത്ത് കാലത്ത് അത് പറയലാണ് ലക്ഷ്യം. അള്ളാഹു അത് പറയിപ്പിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് തെളിവൊന്നും കൂടുതൽ ഈ പ്രസംഗത്ത് പറയുകയല്ല. എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ സാധാരണവൽക്കരിക്കുന്ന കോടിയ ശത്രുക്കളുടെ പിശാചുക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടർ ഇന്ന് അവസാനം എവിടെ എത്തിയിരിക്കുന്നു? ഒരു സാധാരണ മനുഷ്യനിലേക്ക് തരം താഴ്ത്തി ഇകഴ്ത്തി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ ബുദ്ധിപരമായി താഴ്ത്തുകയാണ്, അധപ്പതിപ്പിക്കുകയാണ്. ഈ സമൂഹത്തിൽ അത്തരം അന്ധവിശ്വാസങ്ങളെ, അത്തരം മൂഢത്തരങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ നാവിന് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റു വിഷയം ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഇത് തന്നെ പറയണമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ക്രിസ്താബ്ദം 571 അബ്ദുവസ്സു ആമിനക്കും പിറന്ന ഒരു സാധാരണ മനുഷ്യക്കുട്ടിയല്ല, മനുഷ്യനാണ്. അത് ഞാൻ അവിടെ വെച്ച് പറയും ഇൻഷാ അല്ലാഹ്. ആർക്കാ തർക്കം? നബി ജിന്നാന്ന് പറഞ്ഞവരുണ്ടോ ഇവിടെ ലോകത്ത് ആരെങ്കിലും? നബി മലക്കാന്ന് പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ ഇവിടെ ലോകത്ത്? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും മനുഷ്യനാന്ന് പറയേണ്ട കാര്യോ? മനുഷ്യനല്ലാതെ പിന്നെ എന്ത് മഹത്വ റസൂലുള്ളാഹിക്കുള്ളത്? മനുഷ്യവർഗത്തിൽ റസൂലുള്ളാഹി പിറന്നു എന്നതാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠത. പിന്നെ ആർക്കാ തർക്കം? എന്നിട്ട് പിന്നെ മിനിറ്റിന് 40 വട്ടം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു. എത്ര സ്ഥലത്തായി എഴുതി വെച്ചിരിക്കുന്നത് ഓരോ ആൾക്കാർ. ദുഃഖം തോന്നുകയാണ്. 1000 തെളിവ് കൊണ്ട് ഖുർആനും സുന്നത്തും മാത്രം ഉദ്ധരിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ അസാധാരണത്തെ ഭാവത്തെ സമർത്ഥിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്തിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ തൽക്കാലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തവസ്സുൽ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത നേതാവാണ്. റസൂലുള്ളാഹിയുടെ പിതൃജനാണ്, ബാപ്പായുടെ കുടുംബക്കാരൻ, ബാപ്പായുടെ അന്യൻ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അബ്ബാസ്. ഒരിക്കൽ റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഇന്നി ഉരീദു അൻ അംതദിഹക്, ഞാൻ പിന്നാലെ നബിയെ അവിടത്തെ ഒന്ന് പ്രശംസിച്ചു പറഞ്ഞോട്ടെ, റസൂലുള്ളാഹിയെ അങ്ങേ ഞാനൊന്ന് മദ്ഹ് ചെയ്ത് പറഞ്ഞോട്ടെ, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെ തങ്ങളെക്കുറിച്ച് പറഞ്ഞോട്ടെ എന്നാര് പറയുന്നു? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം തബറാനി സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നു, ഇബ്നുൽ ജൗസി അൽ വഫയിൽ ഉദ്ധരിക്കുന്നു, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഖസായിസിൽ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് അബ്ബാസ് പറഞ്ഞു, ഞാൻ തങ്ങളെ ഒന്ന് മദ്ഹ് ചെയ്യട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുൽ, പറഞ്ഞോളൂ, ലാ യഫ്ളുല്ലാഹു ഫാസ്, നിങ്ങൾക്ക് ഐശ്വര്യം വരട്ടെ, നിങ്ങളുടെ നാവിന് ബറക്കത്ത് വരട്ടെ, നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മദ്ഹ് ചെയ്തോ. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബിയുടെ മുഖത്തേക്ക് നോക്കി മദ്ഹ് ചെയ്തുകൊണ്ട് പാട്ടുപാടി, മിൻ ഖിബലിഹാ മിൻ ഖബലിഹാ ത്വയ്ബത ഫിൽ ളിലാലി വഫീ മുസ്തൗദഇൻ
حيث يخسف الورق ثم هبطت البلاد لا بشر أنت ولا مضغة ولا علق بل نطفة تركب السفينة وقد ألجم نسرا وأهله الغرق وردت نار الخليل مبتسما تجول فيها وليس تحترق وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق صلى الله وسلم عليك يا سيدنا يا رسول الله. റസൂലുള്ളാഹി തങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ നൂറിനെ കുറിച്ച് പാടിയ പാട്ട് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ പല ഗ്രന്ഥങ്ങളിലും അതിന്റെ സാധുത അംഗീകരിച്ചുകൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആകത്തുക അർത്ഥം? റസൂലുള്ളാഹേ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് തങ്ങളുടെ നൂറിനെ സന്നിവേശിപ്പിച്ചു. ആ നൂറിൽ നിന്ന് നൂറായി ഓരോ നബിമാരുടെയും മുതുകിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിമിലൂടെ, കരീമുല്ലാഹി മൂസായിലൂടെ, റൂഹുല്ലാഹി ഈസായിലൂടെ, ബഹുമാനപ്പെട്ട നൂഹിലൂടെ അലൈഹിമുസ്സലാത്തു വസ്സലാം അല്ലാഹു തആല തങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നു ആ വെളിച്ചം ഞങ്ങളിൽ അവതരിച്ചു. ആ വെളിച്ചമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വനഹ്നു ഫീ ദാലിക ളിയാഇ വഫിൻ നൂരി വസുബുലി റശാദി നഖ്തരിഖു. ഞങ്ങൾ ആ സൗന്ദര്യത്തിന്റെ പ്രതീകത്തിന്റെ മുൻപിൽ, ആ വെളിച്ചത്തിന്റെ സ്രോതസ്സിന്റെ മുൻപിൽ, ആ പ്രഭാമയമായ ചൈതന്യത്തിന്റെ മുൻപിൽ വെളിച്ചത്തോടുകൂടി ഇരിക്കട്ടെയോ എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്തുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയ കവിത വളരെ പ്രസിദ്ധമാണ്. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ, അവര് പറഞ്ഞു പഠിപ്പിക്കുന്നു റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട കാര്യം. കാനത്ത് നൂറൻ ബൈന യദൈല്ലാഹി തആല ഖബ്ല അൻ യുഖ്ലഖ ആദമ ബിഅൽഫി ആം യുസബ്ബിഹുല്ലാഹ ദാലിക അൻ-നൂറു വതുസബ്ബിഹുൽ മലായികത്തു ബിതസ്ബീഹിഹി. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ സഹീഹ് മുസ്ലിമിലേക്ക് ഹദീസ് റിക്രൂട്ട് ചെയ്തു കൊടുത്ത അശ്ശൈഖ് അൽ ഹാഫിദ് മുഹമ്മദ് ഇബ്നു ഉമറുൽ അദനി അവരുടെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഇതൊക്കെ ഏതോ കിതാബിലുള്ളതൊന്നും അല്ല. ഇമാം മുസ്ലിമിന്റെ ഗുരുനാഥനായ അശ്ശൈഖ് അൽ ഹാഫിദ് മുഹമ്മദ് ഇബ്നു ഉമറുൽ അദനി റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ലോക മഹാപണ്ഡിത പ്രഭുവായ ഹദീസുകളുടെ ലക്ഷപ്രഭു അൽ ഹാഫിദ് അൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫായിൽ ഉദ്ധരിക്കുന്നു. ഇമാം സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട്, പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹി തങ്ങളുടെ അനൂറാനിയത്തിന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ മുൻപിൽ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ട് കാത്തിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വരവിനെ പറ്റി എത്രയോ അൽ ഹാഫിദ് ഇബ്നുൽ മുൻദിർ, ഹാഫിദ് ഇബ്നു അബി ഹാത്തിം, ഇമാം ഹാഫിദുൽ ബൈഹഖി, ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഉദ്ധരിക്കുന്നു. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലമ്മാ ഖലഖല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു. ഖബ്ബറഹു ബിബനി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ഹാഫിദുൽ ബൈഹഖി, ഹാഫിദ് ഇബ്നു അസാക്കിർ, ഹാഫിദ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചുരുങ്ങിയത് 2 ലക്ഷത്തിലധികം ഹദീസ് ഹൃദിസ്ഥമുള്ളവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അൽ ഹാഫിദ് എന്ന ടൈറ്റിൽ പറയുള്ളൂ. അനന്തരന്റെ കീപ്പട്ടൊക്കെ മനപ്പാടുള്ളവർക്ക് അൽ ഹാഫിദ് എന്ന് പറയൂല. നമ്മുടെ നാട്ടിൽ തന്നെ ഖുർആൻ തീർത്ത് മനപ്പാടുള്ളവർക്ക് അൽ ഹാഫിദ് എന്നറിയാം. അത് അൽ ഹാഫിദ് എന്ന് പറയില്ല, ഹാഫിദ്. ഹദീസിന്റെ സനദ് അൽ ഹാഫിദ് എന്നൊരാളെ പറ്റി പറയണമെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടാവണം. അങ്ങനെയുള്ള ആളെ വേറെപ്പം ഞാൻ പറഞ്ഞത് മുഴുവൻ അൽ ഹാഫിദ് ഇബ്നു മുൻദിർ, അൽ ഹാഫിദ് ഇബ്നു അബി ഹാത്തിം, അൽ ഹാഫിദുൽ ബൈഹഖി, അൽ ഹാഫിദ് ഇബ്നു അസാക്കിർ എല്ലാവരും ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിളിച്ചു ചേർത്തു. ആദം നബി മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഫജഅല യറാ ഫളാഇല ബഅദിഹിം അലാ ബഅദ്. ഓരോരുത്തർക്കും ഓരോരുത്തരെക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും. എല്ലാ മക്കളും ഒരുപോലെയല്ല. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. ചിലരിൽ നിന്ന് ചിലരെക്കാൾ മറ്റു ചിലർക്ക് പദവികളും ദറജ വ്യത്യാസങ്ങളും ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകമായ എല്ലാ മക്കളെയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു കാട്ടിക്കൊടുക്കുന്നു. എല്ലാ മക്കളുടെയും എല്ലാ അവസ്ഥയും ആദം നബി അലൈഹിസ്സലാം നിരീക്ഷിക്കുന്നു. ഓരോ മക്കളും നബിമാരുണ്ട്, ഔലിയാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളൊക്കെയും അതിൽപ്പെട്ടതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ. അങ്ങനെ മക്കളെ മുഴുവൻ ബാപ്പ കാണുക.
ഇതൊക്കെ ബുഖാരിയിൽ വേറെ നിലക്കുണ്ട്, ഞാൻ ഇപ്പറയുന്നതില്ലാന്നേ ഉള്ളൂ. يمناه يضحك والشمال إذا بصر يبكي ويحيى والمسيح ومن حضر. ഇല്ലേ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ മിഅ്റാജിന്റെ സംഭവം? ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം കസേരയിരിക്കുന്നു ഒന്നാം ആകാശത്ത്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുന്നു, ദുഃഖിക്കുന്നു. ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് ഈ കാഴ്ച? റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. അത് ഉപ്പാപ്പയായ അബുൽ ബശർ ആദമാണ് നബിയെ. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് സ്വർഗവാസികളായ മക്കളെയാണ്, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നരകവാസികളായ മക്കളെയാണ്. സ്വർഗവാസികളായ സന്താനങ്ങളെ കാണുമ്പോ ഉപ്പാപ്പാക്ക് സന്തോഷം, നരകവാസികളെ കാണുമ്പോൾ പാപ്പാക്ക് ദുഃഖം. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതാ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ മക്കളെയും കൂടി കാട്ടിക്കൊടുത്തു എന്ന് പ്രവാചകനെ കുറിച്ച് പറയുന്ന ആ ഹദീസിലുള്ളത് ശരിയാണോ? ആ ഹദീസിനോട് മൗലികമായി യോജിക്കുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഞാൻ എന്തിന് പിൻഫലമായി പറഞ്ഞു? ഇതൊന്നും ഇങ്ങനെ യോജിക്കാത്തതൊരു കാര്യവും മുസ്ലിം ലോകം സമ്മതിക്കൂല. ഇതൊന്നും അംഗീകരിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാകൂല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാം എല്ലാ മക്കളെയും കാണുകയാണ്. ആ കാണുന്ന കൂട്ടത്തിലതാ പ്രഭാമയനായ ഒരു മഹാത്മാവ് ഹബീബ്, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ സയ്യിദുനാ റസൂലുള്ളാഹി. നാളെ സ്വർഗത്തിലെത്തുമ്പോ ആദം നബിക്കുള്ള പേരെന്താണെന്നറിയോ? അബൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരെന്താണെന്നറിയോ? അബൂ മുഹമ്മദ്. മുഹമ്മദിന്റെ ഉപ്പ എന്ന് പറയാൻ അഭിമാനമാണ്. കാരണം ആ മുഹമ്മദ് നബിയുടെ സ്റ്റാറ്റസ് സ്വർഗ ലോകത്ത് അത്രയും ഉന്നതമാണ്. അപ്പൊ ബാപ്പ പറയും, ഞാൻ ആ മുഹമ്മദിന്റെ ബാപ്പയാണ് എന്ന് അഭിമാനം കൊള്ളുന്ന ആളാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അങ്ങനെ തന്റെ ഒരു മകന്റെ വെളിച്ചം, പ്രഭ അത്യുജ്വലമായി പ്രോചരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കും, യാ റബ്ബി മൻ ഹാദാ, ഇതൊന്ന് പരിചയപ്പെടണം, ഇതാരുടെയാണ്? ഹാദാ അഹ്മദു വഹുവ അവ്വലു വഹുവ ആഖിറു. അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിച്ചമാണ്. ആ പ്രോത്സാഹിക്കുന്ന താരമാണത്. ലോകത്താദ്യമായി അല്ലാഹു തആല നൂറാനിയത്ത് പടച്ചു. അവസാനമായി ലോകത്തേക്ക് വരുന്ന നബിയാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ദുർരിയ്യതി മൻ യസ്ബിഖുനി ഇലൽ ജന്ന. എന്നെയും ഓവർടേക്ക് ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങനെയുള്ള ഒരു മകൻ എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്ക് അസൂയയില്ല എന്ന് സയ്യിദുനാ ആദം. ഇതും സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഫഅന സാബിഖ് വഅന അവ്വലു മൻ ഉഹർരികു ഹൽഖൽ ജന്ന. ബുഖാരി. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദം ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എന്റെ കൊടിക്ക് കീഴിൽ പിന്നാലെ 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 അണിനിരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിന്റെ പാരമ്പര്യമായ താവയുടെ തെറ്റ് നമുക്കൊക്കെ ഉണ്ട്. അതിലേക്ക് ആയാലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഉസ്താദുമാരിൽ നിന്ന്, പിതാമഹാന്മാരിൽ നിന്ന് കേട്ട് അതും കൂടിയാണ്ട് ചെല്ലുമ്പോഴാണ് ഉള്ളിലുള്ള നൂറാനിയത്തിന്റെയും പുറത്തുനിന്ന് വന്ന നൂറാനിയത്തിന്റെയും കണക്ഷൻ. അപ്പോഴാണ് മുസ്ലിമാകുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഹബീബിന്റെ ഉമ്മത്തുകളിൽ അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. അതിൽ അത്യുന്നതയിൽ അല്ലാഹു തആല നമ്മളെ കൂട്ടിത്തരട്ടെ. അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത്. തസവ്വുഫിന്റെ പണ്ഡിതന്മാര് പറയുന്നു, വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. വഅലമൂ, ലോകമേ നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്ന ഫീകും, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഓരോരുത്തരുടെ കൂടെ എന്നല്ല, ഓരോരുത്തരുടെ പ്രദേശത്തിനല്ല, ഫീക്കും, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്തിന്റെ അംശം. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്തിന്റെ ടച്ചോടുകൂടിയാണ് അള്ളാഹു നമ്മളെ പടച്ചത് എന്ന ഒരു അഭിമാന ബോധമുണ്ടാകുമ്പം ആ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒരു പ്രത്യേകമായ അഭിനിവേശം ഉണ്ടാകണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് തുടങ്ങിയ നമുക്ക് റസൂലുള്ളാഹി തങ്ങളിൽ തന്നെ സ്വർഗ്ഗലോകത്ത് അവസാനിക്കാൻ കഴിയണം. ആദം നബി അലൈഹിസ്സലാമിന്റെ തുടക്ക വീടായ സ്വർഗത്തിൽ നിന്ന് പോന്ന നമുക്ക് സ്വർഗത്തിന്റെ വീട്ടിൽ തന്നെ ഒരുമിച്ച് കൂടാൻ സാധിക്കണം. അല്ലാഹു തആല അതിനെല്ലാം വഴിവെക്കുമാറാകട്ടെ.
ഒരു ഭാഗം കഴിഞ്ഞു. ഇനി മറ്റൊരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖില ലോകത്തിന് കാരണഭൂതരാണ്. ആ ഭാഗമൊന്നും കൂടുതൽ പറയാൻ വയ്യ. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ആ ഹദീസ് വഈഫാണ്. ഈ അർത്ഥത്തിൽ വരുന്ന വിവിധ ഹദീസുകളുടെ സനദുകൾ ആകത്തുക പരിശോധിക്കുമ്പോൾ മഹാന്മാര് പറയുന്നു, തീർച്ചയായും സനദ് ശക്തിപ്പെട്ടിരിക്കുന്നു, സഹീഹിന്റെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതല്ലാത്ത ഹദീസ് എടുത്തോ, ഇമാം ഹാക്കിം സഹീഹാണെന്ന് പറഞ്ഞു ഉദ്ധരിക്കുന്നു. അൽ ഇമാമു സുബ്കി റളിയല്ലാഹു അൻഹു. താലിമീങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറയുമ്പോൾ ഒന്ന് നമ്പർ ഒപ്പിച്ച് പറയുന്നതാ. നമ്മുടെ സദസ്സിലേക്ക് ആദ്യം വരുമ്പോൾ ഒരു സ്വീകരണം കൊടുക്കണമല്ലോ. അൽ ഇമാമു സുബ്കി റളിയല്ലാഹു അൻഹു. അതൊക്കെ ഈ സമുദായത്തിന്റെ മുതൽക്കൂട്ടാ. അത്രയും അതിശക്തമായ മുതലാണത്. ദൈക്ഷണിക പിൻബലത്തിന്റെ ഇമാം സുബ്കി സഹീഹാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. ശിഫാഉസ് സഖാമിൽ ഇമാം അൽ ഹാഫിദുൽ ബുൽഖീനി തന്റെ ഫത്താവയിൽ, ഹാഫിദുൽ റഹബി ഇബ്നു തൈമിയയുടെ ശിഷ്യന, അങ്ങനെ വേണ്ടാത്തരൊന്നും വല്ലാതെ പറയാത്ത ആളാണ് ഇവന്മാരുടെ ഫത്വ. എന്നാ പിന്നെ റഹബി എന്നായിക്കോട്ടെ, അദ്ദേഹവും ഉദ്ധരിക്കുന്നു. അബു ശൈഖ് തബഖാത്തുൽ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഔഹല്ലാഹു തആല ഇലാ ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല സന്ദേശം നൽകുന്നു. ആമീൻ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പ്രിയപ്പെട്ട ഈസ, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കണം. എന്താണ് കാരണം? ഈസാ നബി നിങ്ങളുടെ സമൂഹത്തോട് പറയണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടാൽ അവിടത്തെ വിശ്വസിക്കണം, അവിടത്തെ അംഗീകരിക്കണം. ഫലൗലാ മുഹമ്മദുൻ മാ ഖലഖതു ആദം. മുഹമ്മദ് മുസ്തഫ ഇല്ലായിരുന്നെങ്കിൽ ആദമിനെ സൃഷ്ടിക്കുമായിരുന്നില്ല. വലൽ ജന്നത വലൻ നാർ, സ്വർഗ്ഗമില്ല നരകമില്ല. വലഖദ് ഖലഖതുൽ അർശ അലൽ മാഇ ഫൽതറബ്. അർശിനെ അല്ലാഹു പടച്ചു, അർശിന് ഒരു കുലുക്കം. ഫകതബ്തു അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഫസകൻ. മുഹമ്മദുർ റസൂലുള്ളാഹി ആ സത്യസാക്ഷ്യത്തിന്റെ പേരങ്ങ് എഴുതിയപ്പോ അർശ് ശാന്തമായി എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇങ്ങനെ എത്രയുണ്ട് സംഭവങ്ങൾ. ഇമാം ദൈലമി ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി പറയുന്നു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എന്നോട് പറയുന്നു, യാ മുഹമ്മദു ഇന്നല്ലാഹ യഖൂൽ ലൗലാക മാ ഖലഖ്തുൽ ജന്ന വലൗലാക മാ ഖലഖ്തുൻ നാർ. തങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കാരണമായാണ് സ്വർഗനരകങ്ങളെയൊക്കെ പഠിച്ചത്. തങ്ങളാണ് ഇതിന്റെ ഹേതുഭൂതർ. മറ്റൊരു ഹദീസിൽ ഇമാം മുൽഖീനി ഉദ്ധരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, യാ മുഹമ്മദു വഇസ്സതി വജലാലി ലൗലാക മാ ഖലഖ്തു അർളി വലാ സമായി. അവിടുത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ ആകാശഭൂമികൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ പഴയകാല ഉസ്താദുമാര് താവഴിയായി പറഞ്ഞു കേട്ട വാക്ക് നമ്മളൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. സർവ്വലോകത്തിനും ഹേതുഭൂതരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൗലവി പ്രസംഗിക്കുമ്പോ ഈ ഹദീസിനൊക്കെ വൈഫാന്ന് തള്ളി അറിയാതെ പറഞ്ഞുപോയി സർവ്വലോകത്തിനും ഹേതുഭൂതരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിനും ഹേതുഭൂതർ എന്ന് പറയുന്നത് ഇതിന്റെ മായനയാണ് എന്ന് മലയാളം തിരിയാൻ പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ ഉലമാക്കൾക്കിടയിൽ തവാത്തുറായി സംഭവിച്ച ഇത്തരം സത്യങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തെ മനസ്സിലാക്കാൻ സഹായകമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാവം അത് തന്നെയാണ് പിൽക്കാലഘട്ടത്തിലുള്ള മക്കൾ. റസൂലുള്ളാഹി തങ്ങളുടെ നൂറാനിയത്ത് ആദം നബിയുടെ, നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ ഒക്കെ മുതുകിലുണ്ടെങ്കിൽ റസൂലുള്ളാഹിയുടെ പേരമക്കൾ അവരുടെയും നൂറാനിയത്തിന്റെ അംശം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഗൗസുൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, നൂഹിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു കപ്പലിൽ, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടപ്പോൾ ഞാനുണ്ടായിരുന്നു അവിടെ. ഇതൊന്നും ഒരിക്കലും ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് ഒരക്ഷരം പുറത്തേക്ക് പോകുന്നതല്ല. ഇതെല്ലാം സമർത്ഥിച്ചുകൊണ്ട് പറയാൻ ഒരുമ്പെട്ടാൽ വിഷയത്തിന്റെ മർമ്മം പോയി പോകുമെന്ന് ഭയപ്പെടുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് സയ്യിദി അലി ഇബ്നു അബീ വഫാ പാടിയത് വളരെ ശരി. ലൗ അബ്സറ ശൈത്വാനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ്. ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വഴങ്ങാതെ നിരാകരിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തിന്റെ ആ സ്രോതസ്, അതിന്റെ പ്രഭാവം ആദം നബിയിലൂടെ കണ്ടെത്താൻ ഇബ്ലീസിന് കഴിയുമായിരുന്നെങ്കിൽ ഇബ്ലീസ് ആദ്യമേ സുജൂദ് ചെയ്യുമായിരുന്നു. ഔ ലൗ റഅ
അന്നംറൂദു നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വമാനദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ കിരാതനായ നമ്രൂദ് ചക്രവർത്തി റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിന്റെ പവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുമായിരുന്നു. പക്ഷെ എന്താ അവർ കാണാത്തത്? കാണൂല. കാണാനുള്ള കണ്ണ് റബ്ബ് അവർക്ക് കൊടുത്തിട്ടില്ല. ലാക്കിൻ ജമാലുല്ലാഹി ജല്ല ഫലാ യുറാ ഇല്ലാ ബിതൗഫീഖിൻ മിനല്ലാഹി സ്വമദ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഈ നൂറാനിയത്തിനെ കാണാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ അല്ലാഹു തആല കൊടുക്കണം തൗഫീഖ്. ആ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കൂല. അബൂജഹൽ കണ്ടില്ലേ ആ പുണ്യ ഭൂമുഖത്തെ? അബൂലഹബ് കണ്ടില്ലേ? ഉത്ബത്ത് കണ്ടില്ലേ? ഷൈബത്ത് കണ്ടില്ലേ? എത്ര ആളുകൾ കണ്ടു ആ ഭൂമുഖത്തെ? എന്തേ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല? അതേ സമയത്ത് സാധുക്കളായ നമ്മളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തുള്ള സന്ദർഭത്തിൽ ആ ഭൂമുഖത്ത് നമ്മൾ കണ്ടിട്ടില്ല. തിരുനബി തങ്ങളെ കണ്ടിട്ടുള്ള സഹാബാക്കളുടെ മുഖത്തെ കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറയാൻ സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതൊരു വലിയ തൗഫീഖാണ്, അതൊരു വലിയ നിഅമത്താണ്. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളണമെങ്കിൽ തൗഫീഖ് വേണോ? അതിന് ഖുർആനും സുന്നത്തും പഠിച്ചതുകൊണ്ടൊന്നും കാര്യമല്ല. അതിന് കുറെ എഴുതുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമല്ല. മതപണ്ഡിതൻ എന്ന് ബോർഡ് വെച്ചിട്ട് കാര്യമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളവർക്ക് സാധിക്കും. അള്ളാഹു നമ്മളെ ആ തൗഫീഖിൽ നിലനിർത്തി തരട്ടെ. റസൂലുള്ളാഹി തങ്ങളെ ഖൈറുൽ ഖൽഖ് എന്ന അർത്ഥത്തിൽ കാണാനും അത് 100% കൊണ്ടു നടന്ന് പ്രഖ്യാപിക്കാനും പ്രസംഗിക്കാനും മരണം വരെ ഈ ആദർശത്തെ ഉറക്കെ പറയാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആദ്യമേ പറയാം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അബൂ ത്വാലിബിന്റെ വളർത്തുപുത്രനാണ്. അബ്ദുല്ലാഹിയുടെ ഓമന മകനാണ്. അബ്ദുൽ മുത്തലിബിന്റെ യതീം കുട്ടിയാണ്. ഇങ്ങനെ കണ്ടാലോ തിരക്കടില്ല, യതീങ്ങാനെ ചേർക്കാൻ പറ്റും, അതിലപ്പുറമൊന്നും പറ്റൂല. അബ്ദുൽ മുത്തലിബിന്റെ ഓമന മകൻ യതീം കുട്ടി. എന്തോന്ന് കാര്യം? ഒരു ചരിത്രം പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ത്വായിഫ ശൈഖ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയാൻ മാത്രം വലിയ പവറുള്ള മഹാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ മഹാനുഭാവനാണ്. നിരവധി അത്ഭുതങ്ങൾ, കറാമത്തുകൾ, സിദ്ധികൾ കാണിച്ചിട്ടുള്ള ആളാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ആത്മജ്ഞാനം നേരിട്ട് പ്രകടമായ മഹാനുഭാവനാണ്. അദ്ദേഹം വഫാത്തായി. കുറച്ചു കാലം കഴിഞ്ഞു. അൽ മുസ്തത്റഫ് ഫീ കുല്ലി ഫന്നിൻ മുസ്തദ്റഫ് എന്ന ഗ്രന്ഥത്തിൽ ആധികാരികമാണ് എഴുതിയത് കാണാം. അബൂ യസീദുൽ ബിസ്താമിയുടെ കാലശേഷം ഒരു രാജ്യത്ത് മഴയില്ല. അറബിയിൽ മഴയില്ലാതെ വിഷമിച്ചപ്പോൾ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. കുറെ പണ്ഡിതന്മാരും ആലിമീങ്ങളും സാധാരണക്കാരും ഒക്കെ ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നു. എന്തോ നിബന്ധനകൾ ഒക്കാത്തത് കൊണ്ട് മഴ പെയ്യുന്നില്ല. മഴ പെയ്യാതെ അവർ നിരാശരായി മടങ്ങിപ്പോയി. അവിടെ ഒരു മഴയ്ക്ക് നേതൃത്വം നൽകിയ ഒരു പണ്ഡിതൻ മാത്രം കാത്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോഴതാ വരുന്ന ഒരു ഫക്കീർ മിസ്കീൻ, ഒരു സാധു മനുഷ്യൻ അവിടെ കടന്നു വന്നു. ഒരു ഫക്കീർ കണ്ടാൽ ഏതോ ഒരു യാത്രക്കാരൻ, ഒരു സഞ്ചാരി, അഴുകിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു, കീറിപ്പറഞ്ഞ മനുഷ്യൻ. എന്റെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണമെന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരുമിച്ച് കൂടിയതായിരുന്നു. കുറെ ദ്വാരുന്നു, ഇതുവരെ ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. മിസ്കീനായ ഫക്കീറായ നിങ്ങൾ എവിടുത്തുകാരനാണ് എന്ന് ചോദിച്ചു. അപ്പോഴ് ആ വന്ന ആഗതൻ ഫക്കീർ മിസ്കീൻ ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് രണ്ട് കണ്ണുമലേക്ക് കൈ വെച്ചിട്ട് പറയാ, അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിഹഖ്ഖി മാ ഫീ റഅസി ഇല്ലാ സഖൈതനാ. ഇത് വിശ്വാസികൾക്ക് മാത്രം കേൾക്കാനുള്ളതാണ്. അല്ലാഹുമ്മ ബിഹഖ്ഖി മാ ഫീ റഅസി ഇല്ലാ സഖൈതനാ. അല്ലാഹുവേ, എന്റെ ഈ തലയിലുള്ള മുഖത്തുള്ള ഈ രണ്ട് അവയവമുണ്ടല്ലോ, രണ്ട് കണ്ണ്, ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തരണം പടച്ചോനെ. ഉടനെ പെയ്തു മഴ. എന്തൊരത്ഭുതം! അപ്പോഴാ പണ്ഡിതൻ ചോദിച്ചു, ഇതെന്താ മനുഷ്യ, നിങ്ങളുടെ കണ്ണിന് എന്താ ഇത്രയും വലിയ പവറ്? നിങ്ങളുടെ കണ്ണുകൊണ്ട് ദ്വാരക്കാൻ മാത്രം ഉണ്ടോ നിങ്ങളുടെ കണ്ണ്? എന്താണ് നിങ്ങളുടെ ഈ മുഖത്തുള്ള കണ്ണിന്റെ പവർ എന്ന് ചോദിച്ചപ്പോഴ് ആ ഫക്കീർ മിസ്കീൻ പറയുകയാണ്, ഐനായല്ലത്തി റഅത് അബാ യസീദനിൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. എന്റെ ഈ രണ്ട് കണ്ണ് ചില്ലറ കണ്ണല്ല,
അള്ളാഹുവിന്റെ വലിയായ ആരിഫായ അശ്ശൈഖ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള കണ്ണാണ് എന്റെ കണ്ണ്. ആ കണ്ണിന് ചില ബഹുമാനങ്ങളൊക്കെ അള്ളാഹു തരാതിരിക്കോ? അതുകൊണ്ടാണ് മഴ കിട്ടിയത്. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, ഓഹോ, നിങ്ങളുടെ കണ്ണിന് ഇത്രയും വലിയ സ്ഥാനം, അബൂ യസീദുൽ ബിസ്താമിയെ കണ്ട കണ്ണിന് ഇത്രയും വലിയ സ്ഥാനം, അങ്ങനെയാണെങ്കിൽ അബൂജഹലിന്റെ കണ്ണിന്, അബൂലഹബിന്റെ കണ്ണിന് എത്ര ബഹുമാനം ഉണ്ടാകും? അതുകൊണ്ട് തന്നെ മഴ കിട്ടാത്തതും. ഈ കാക്ക ഇമാമിക്കണത് പിന്നെ എവിടുന്നാ കിട്ടുന്നത്? പിന്നെ എവിടുന്നാ മഴ കിട്ടുന്നത്? ഉടനെ തന്നെ ഈ ഫക്കീർ ചോദിച്ചു, ഓ മനുഷ്യ, അബൂജഹൽ ഹബീബായ റസൂലുള്ളാഹിയുടെ മുഖം കണ്ടിട്ടില്ല, അബ്ദുൽ മുത്തലിബിന്റെ യത്തീമിനെയാണ് കണ്ടത്, ആമിനാന്റെ മോനെയാണ് കണ്ടത്, അബ്ദുല്ലാന്റെ മോനെയാണ് കണ്ടത്. റസൂലുള്ളാഹിയെ കണ്ട കണ്ണ് അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണാണ്, അലിയാരുടെ കണ്ണാണ്, ഖദീജയുടെ കണ്ണാണ്, സഹാബത്തിന്റെ കണ്ണാണ്. ആ കണ്ണിന്റെ ബാക്കി കണ്ണുള്ള മനുഷ്യനാണ് എന്റെ ശൈഖ് അബൂ യസീദുൽ ബിസ്താമി. ആ കണ്ട കണ്ണാണ് എന്റെ കണ്ണ്. അപ്പോഴാണ് ആ പണ്ഡിതൻ കാല് പിടിച്ചിട്ട് തൗബ ചെയ്തത്, സാരല്ല പൊറുക്കണം, അഞ്ഞുങ്ങൾ വാർന്നോളി. ഇത് ഞാൻ പറഞ്ഞത് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അസുലുൽ ഉസൂലാണ്, ബേസാണ്, അടിത്തറയാണ്. സാധാരണ മനുഷ്യൻ എന്ന മുഹമ്മദിനെയാണോ നിങ്ങൾ മുമ്പിൽ നിർത്തുന്നത്? നയാ പൈസക്ക് ആ വിശ്വാസം കൊള്ളൂല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ മുമ്പ് കാണുന്നത്. എങ്കിൽ പിന്നെ സ്ഥാനമാനങ്ങളൊക്കെ അതിനനുസരിച്ചുണ്ടാകും. എല്ലാ കാര്യം നുബുവത്തിലെ ബിംബും ഒക്കെ പിന്നെ അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോഴേക്ക് അവസ്ഥ മാറി. അസാധാരണ ഭാവം വന്നു, അമാനുഷിക ഭാവം വന്നു, അഭൗമിക സ്ഥാനം വന്നു. സർവ്വലോകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മഹാനുഭാവൻ സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ എന്നാ നബിയായത്? 40 വയസ്സായപ്പോ നബിയായിന്നോ? പ്രവാചകത്വം ലഭിച്ചു എന്നല്ല, പ്രവാചകത്വം വെളിപ്പെട്ടു എന്നാ പഴയ ഉസ്താദുമാര് പറയാ. എന്തുകൊണ്ട്? പ്രവാചകത്വം ലഭിക്കുന്നത് 40 വയസ്സായപ്പോ. 40 വയസ്സ് വരെ വീടിയും വെച്ച് നടന്ന മനുഷ്യനാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ പറഞ്ഞു വെടക്കായി പോകാണ് ഇപ്പോഴേ. നുബുവത്തിന്റെ മുമ്പ് അവിടെയൊക്കെ അങ്ങനെ ആടുകളെ മേച്ച് ആ കഅബത്തിന്റെ അടുത്തൂടൊക്കെ തുണി കൊടുക്കാതെ അങ്ങനെ നടന്ന് അങ്ങനെയല്ലേ? ആമിനയുടെ മകനായി, ആമിനയുടെ അബ്ദുള്ളയുടെയും മകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അല്ല, നമുക്കാർക്കും അഭിപ്രായം ഉണ്ടോ? അല്ല, പുള്ളിമാനുമായിട്ട് ബന്ധമുള്ളതാണ് ഇത് പറയുന്നത് കേട്ടാൽ വിചാരിക്കുന്നൊരു അവതർക്കിത പ്രശ്നമാണ്. ആമിനയ്ക്ക് അബ്ദുള്ളക്കും പിറന്നു. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. 100% തെറ്റ്. സാമാന്യ പ്രതിപക്ഷ ബഹുമാനത്തെ മുഴുവൻ അവലംബിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 100% തെറ്റ്. ഇത് ഇസ്ലാം മതത്തിന്റെ മൂലശിലയായി പ്രഖ്യാപിക്കുക. ഇതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുമ്പോൾ കുറച്ച് പരുഷമായി പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളെ ഈ രൂപത്തിൽ വിഷമപ്പെട്ട സമ്മാനിത്തം പറയുമ്പോ ചിലപ്പം വാക്ക് തെറ്റിപ്പോകും, എന്നോട് ക്ഷമിക്കുക. റസൂലുള്ളാഹി തങ്ങളെ പറ്റിയാ പറഞ്ഞത്. സാധാരണ ഇനി അവിടെ നിർത്തുന്നില്ല, വളർന്ന് വലുതായതും അങ്ങനെ തന്നെ. സഹീഹുൽ ബുഖാരിയുടെ 100 ഹദീസ് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ഞാൻ ഉദ്ധരിക്കാം. നുബുവത്തിന്റെ മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം തെളിയിക്കുന്ന എത്ര വേണം നിങ്ങൾക്ക്? ഖുർആനിലെ ആയത്ത് എത്ര വേണം? എന്നിട്ട് ഈ സമുദായത്തെ പഠിപ്പിക്കാണ്. പ്രബോധനം മാസികയിൽ 981 ഡിസംബറിലൊക്കെ അതിന്റെ കോപ്പിയാണ് ഞാൻ ഈ വായിച്ചപ്പോൾ. സാധാരണ മനുഷ്യർ മരണപ്പെടുന്നത് പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ഖുർആനിന് ഘടകവിരുദ്ധം ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗത്തിൽ വരും. ഇത്തരം വിശ്വാസ ചാപ്പല്യങ്ങളിൽപ്പെട്ട് ഈ സമുദായം ദുർബലമാകുമ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ പ്രസംഗത്തിൽ ഈ വളർന്നു വരുന്ന സമൂഹത്തിന്റെ ഈ അപകടകരമായ വിശ്വാസ ചാഞ്ചല്യം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 10 മുസ്ലിമീങ്ങളെയെങ്കിലും രക്ഷപ്പെടുത്താൻ ഈ പ്രസംഗം കൊണ്ട് സാധിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഖിദ്മത്തായിരിക്കും അത് എന്ന് ഞാൻ കരുതുന്നു. ഹബീബുനാ സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ഉദ്ഘോഷിക്കുമ്പോൾ ഒന്ന് സാവകാശത്തിൽ പറഞ്ഞ അത്രയും നല്ലതാ ഹബീബേ. റസൂലുള്ളാഹി തങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെയുള്ള ചിത്രീകരണം. ഞാൻ ഈ പ്രസംഗത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ കാര്യം എന്റെ ഒരു സുഹൃത്ത്, ഒരു പണ്ഡിത സുഹൃത്തിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യ കാലഘട്ടത്തിലാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, 40 വയസ്സ് വരെയുള്ള ചരിത്രപത്ര തോനെ പറയാനുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ അതിനുവേണ്ടി അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. പെട്ടെന്ന് അതിപ്പോ എന്താ, ഒരു കഅബം പണിത കഥ, അലീമ ബീവിന്റെ അടുത്തൊരു മുല കുടിക്കാൻ പോയ കഥ, പിന്നെ ഒരാട് മേക്കാൻ പോയ കഥ, ക്ലോസ്. എന്നാലേ എന്നോട് നിങ്ങൾ ക്ഷമിക്ക, ദശദിന പ്രഭാഷണാണ്. 10ാമത്തെ ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് വെളിപ്പെട്ട ആ സംഭവം പറയാൻ നമുക്ക് സാധിച്ചെങ്കിൽ മഹാഭാഗ്യം. പിന്നെന്താ പണ്ട് പറഞ്ഞതുപോലെ ഈ മലപ്പുറത്ത് ജനിച്ച് തിരൂരങ്ങാടി വഫാത്താവുകയൊക്കെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിത്വം വെളിപ്പെട്ടു എന്നേ പറയാവൂ. പ്രവാചകത്വ ലബ്ധി 40ാമത്തെ വയസ്സിൽ എന്ന് പറയുന്നത് ത്വാത്വികമായി ശരിയല്ല, ഖുർആനികമായി ശരിയല്ല, ചരിത്രപരമായും ശരിയല്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ പറയട്ടെ, ഇമാം അഹ്മദ് ഇമാം സുന്ന തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഹാഫിദ് അബൂ നഈം ദലായിലുൻ നുബുവയിൽ ഉദ്ധരിക്കുന്നു, ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നു, ഇമാമുൽ ഹാഫിദ് അൽ ഹാക്കിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അനിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നി ഇൻദല്ലാഹി ഫീ ഉമ്മിൽ കിതാബി ലഖാതിമുൻ നബിയ്യീൻ വഇന്ന ആദമ ലമുൻജദിലുൻ ഫീ ത്വയ്നതിഹി. ഞാൻ അല്ലാഹുവിന്റെ കണക്ക് പ്രകാരം അവന്റെ രേഖയിൽ പ്രവാചകന്മാരുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പ്രവാചകന്മാരുടെ നേതാവായി ഖാത്തിമായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ ബശർ മണ്ണിൽ കുഴഞ്ഞു കിടക്കുകയായിരുന്നു അന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല കതബ മഖാദിറൽ ഖൽഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ ഭാവി വളർച്ചയെക്കുറിച്ചും ഉദ്ഗ്രഥനെക്കുറിച്ചും ഭാവിയുടെ എല്ലാവിധ രംഗങ്ങളെക്കുറിച്ചും അല്ലാഹു തആല ആകാശഭൂമിയെ പടക്കുന്നതിന്റെയും 50,000 വർഷങ്ങൾക്ക് മുൻപ് കണക്കാക്കി രേഖപ്പെടുത്തി പാസാക്കി തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശിലായിരുന്നു, മായിലായിരുന്നു അല്ലാഹുവിന്റെ അർശ്. അതിന്റെയൊക്കെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അതിന്റെ മറ്റൊരു റിവായത്തിൽ ലഫായിഫിൽ കാണാം, വമിൻ ജുംലത്തി മാ കതബ ഫി ദിക്ർ വഹുവ ഉമ്മുൽ കിതാബ്. അല്ലാഹു ഉമ്മുൽ കിതാബിൽ എല്ലാ രേഖകളുടെയും മൂലശിലയായ ഉമ്മുൽ കിതാബ്, അതിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്, അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതിമുൻ നബിയ്യീൻ. അപ്പോൾ ആകാശഭൂമികളെ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്കും മുൻപ് അല്ലാഹു രേഖപ്പെടുത്തി തെരഞ്ഞെടുത്ത് പാസാക്കി എഴുതപ്പെട്ട് എല്ലാ ഫയലുകളും ക്ലോസ് ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അമ്പിയാക്കളുടെ നേതാവാൻ. യംഹുല്ലാഹു മാ യശാഉ വയുഹ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് ഖുർആനിൽ സ്ഥിരീകരിച്ച കാര്യമാണ്. ആ ഉമ്മുൽ കിതാബിൽ റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിനെ അന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു താരീഖിൽ, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു അൻ മൈസറ റളിയല്ലാഹു അൻഹു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ പുന്നാര നബിയേ, മതാ കുൻത നബിയൻ, അവിടുന്ന് എന്നാണ് നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇമാം ബുഖാരി തന്നെ താരീഖിൽ ഉദ്ധരിച്ച, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. എന്നാണ് പുന്നാര നബിയേ അവിടുന്ന് നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? 40 വയസ്സായപ്പോഴല്ല, ഹിറാ ഗുഹയിൽ കയറിയപ്പോഴല്ല. കുൻതു നബിയ്യൻ വആദമു ബൈന റൂഹി വൽ ജസദ് ശഫീഉനാ റസൂലുള്ളാഹി വസ്സലാം യാഥാർത്ഥ്യ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഞാൻ നബിയായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസ്,
റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മത്താ വജബത് ലക നുബുവ്വ, നുബുവത്ത് സ്ഥിരീകരിച്ചത് തങ്ങൾക്ക് എപ്പോഴാണ്? വആദമു ബൈന റൂഹി വൽ ജസദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. ഇങ്ങനെ ഇത്രയും വരെ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ നൂറാനിയത്തിന്റെ ആദികാല സ്വഭാവം അതൊരിക്കലും ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ അല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലോകത്ത് തന്നെ തീരുമാനിച്ച് നബിയായി അംഗീകരിച്ച് ഉമ്മുൽ കിതാബിൽ സ്ഥിരീകരിച്ച് പാസാക്കി അമ്പിയാക്കളായ ആളുകൾക്ക് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഇനി അള്ളാഹു ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ 16 കാര്യമുണ്ട്, അതിൽ 2 ഏകദേശം തീർന്നു എന്നിപ്പോ നമുക്ക് സമ്മതിക്കാം. മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണെന്നറിയോ? അള്ളാഹു തആല തിരുനബിയുടെ പേര് ചുവരെഴുത്തുകൾ നടത്തി. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? പ്രാപഞ്ചിക വസ്തുക്കളിൽ റസൂലുള്ളാഹി തങ്ങളുടെ വിശുദ്ധ നാമത്തെ എഴുതി വെക്കുന്നു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു, തബറാനി ഉദ്ധരിക്കുന്നു, ഇമാം ഇസ്മായിൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സഹീഹായ സനദോടെ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ്, ലമ്മ ഖതറഫ ആദമുൽ ഖതീഅ, എല്ലാവരും കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുകയില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് തിരസ്കൃതനായപ്പോൾ അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബി അസ്അലുക ബിഹഖ്ഖി മുഹമ്മദിൻ ലമാ ഗഫർത ലീ. അബുൽ ബശർ ആദം അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുന്നു, പടച്ചോനെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ. അല്ലാഹു ചോദിക്കുന്നു, വകൈഫ അറഫ്ത മുഹമ്മദാ, എങ്ങനെയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പരിചയപ്പെട്ടത്? നിങ്ങൾ അങ്ങനെ ഒരു ദുആ നടത്തുന്നത് എവിടുന്ന് നിങ്ങൾ പരിചയപ്പെട്ടു? ആദം നബി പറയുന്നു, ലിഅന്നക ലമ്മാ ഖലഖതനീ വനഫഖ്ത ഫിയ മിൻ റൂഹിക് റഫഅതു റഅസി ഫറഅയ്തു അലാ ഖവാഇബിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗലോകത്ത് നീ എന്നെ പടച്ചു, നീ എനിക്ക് റൂഹ് തന്നു, ഞാൻ ജീവനോടുകൂടി സ്വർഗ്ഗലോകത്ത് എഴുന്നേറ്റ് നിന്നു. ആദ്യമായി ഞാൻ തല ഉയർത്തിയത് അർശിന്റെ ഭാഗത്തേക്കാൾ. അർശിന്റെ ചുവരിൽ, അർശിന്റെ തൂണിലതാ വലുതായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇന്നക ലം തുളിഫ് ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നിനക്ക് പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരല്ലാതെ അവിടെ എഴുതി വെക്കുകയില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ചോദിക്കുന്നത്. അല്ലാഹു തആല ഉടനെ തന്നെ ആദം നബിയോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തന്നിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടു. വലൗലാ മുഹമ്മദിൻ മാ ഖലഖ്തുക്, നിങ്ങളെ തന്നെ പടക്കാൻ കാരണഭൂതർ റസൂലുള്ളാഹിയാൻ. ആരൊക്കെ എന്തൊക്കെ അപദ വാക്കുകൾ പറഞ്ഞാലും സഫല വാക്കുകൾ പറഞ്ഞാലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് മായ്ച്ചു കളയാൻ സാധ്യമല്ല, സ്ഥിരീകരിക്കപ്പെട്ടത് മാറ്റാൻ സാധ്യമല്ല. ഈ ഹദീസിന്റെ സനദിനെ കുറിച്ചൊക്കെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഇമാം ഹാക്കിമിനെ പോലുള്ള ആളുകൾ വളരെയധികം കൂലങ്കഷമായി പഠിച്ചിട്ട് പറഞ്ഞത് സ്വഹീഹാണെന്നാണ്. അങ്ങനെയുള്ള ഹദീസുകൾ. അപ്പോൾ അർശിന്റെ തൂണിന്മേൽ റസൂലുള്ളാഹി നമ്മളുടെ വിശുദ്ധ നാമം. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. എല്ലാം പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ ആദ്യം പഠിപ്പിക്കും സ്വാഭാവികമായും മുത്തു മുസ്തഫ റസൂലുള്ളാഹി. അതെല്ലാം തന്റെ മകൻ ഷീസ് അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മകനോടുള്ള വസിയ്യത്ത് പറയുകയാണ്, യാ ബുനയ്യ അൻത ഖലീഫത്തി മിൻ ബഅദി. ഇതൊക്കെ എന്ന് തുടങ്ങിയതാ? ദശദിന പ്രഭാഷണം, പ്രവാചക പ്രകീർത്തന ആദം നബി തുടങ്ങിയതാ. ഷീസ് അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് പറയാ, മോനെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്റെ ഖലീഫയാണ്. ഫഖുദ്ഹാ ബിഇമാറത്തി തഖ്വ വൽ ഉർവത്തിൽ വുസ്താ. ആദം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഷീസ് അലൈഹിസ്സലാമിനോട് വസിയ്യത്ത് ചെയ്യുന്നു, ഉറച്ച ബോധത്തോടെ തഖ്വയുടെ പിന്തുണയോടെ നിങ്ങൾ ജീവിക്കണം. വകുല്ലമാ ദക്കർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പേര് വാഴ്ത്തി പറയുമ്പോഴെല്ലാം അവന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരും കൂടി ചേർത്ത് പറയണം കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശിന്മേൽ എഴുതിയിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി എവിടെയൊക്കെ എഴുതിയത്? ആദം നബിയാണല്ലോ അതൊക്കെ നേരിട്ട് കണ്ടുവന്ന ഒരാള് അല്ലേ, നേരിട്ട് കണ്ടുവന്ന ആളല്ലേ. പിന്നെ കണ്ടുവന്ന ആളാരാ? ഹബീബായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബിയുടെ ജന്മനാടാണ്. ജന്മനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടത് മകൻ ശീസിനോട് പറഞ്ഞു. ആ മകൻ വഴിയായി നമുക്ക് ലഭിച്ചു. റസൂലുള്ളാഹി നമുക്ക് വിരൽ തന്നു. ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ സാഖിൽ അർശ്. അർശിന്റെ തൂണിന്മേൽ ആ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആകാശ സൗരയൂഥ ലോകങ്ങൾ ചുറ്റിക്കറങ്ങിയപ്പോൾ ഫലം അറഫിസ് സമാവാതി മൗദിഅൻ ഇല്ലാ റഅയ്തു ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂബൻ അലൈഹി. ആകാശ ലോകത്ത് എവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചോ അവിടങ്ങളിലൊക്കെ കണ്ട ഒരു പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേര്. വഇന്ന റബ്ബി യസ്കനനിൽ ജന്ന. സ്വർഗ്ഗലോകത്ത് എന്റെ റബ്ബ് എന്നെ താമസിപ്പിച്ചപ്പോൾ ഫലം അറഫിൽ ജന്നത്തി ഖസ്റൻ വലാ ഉർഫതൻ ഇല്ലാ വസ്മു മുഹമ്മദിൻ മക്തൂബൻ അലൈഹി. സ്വർഗ്ഗത്തിലുള്ള ഒരു ബംഗ്ലാവോ ഒരു മാളികയോ ഒരു കൊട്ടാരമോ ഒരു വീടോ എവിടെയുണ്ടോ അതിന്മേലൊക്കെ അതാ കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വലഖദ് റഅയ്തു ഇസ്മ മുഹമ്മദിൻ അലാ നുഹൂരിൽ ഉഹി ഹൂരിൽ ഐൻ. ഹൂറുൽ ഐന്റെ മുഖത്ത് നെഞ്ചത്ത് പോലും ആ വിശുദ്ധ നാമം ഞാൻ കണ്ടു. വഅലാ വറഖി ഖസബി ആജാമിൽ ജന്ന. സ്വർഗ്ഗത്തിലെ വൃക്ഷ ലതാദികളുടെ മരങ്ങളുടെ കൊമ്പുമേൽ ആ വിശുദ്ധ നാമം ഞാൻ കണ്ടു. വഅലാ ഷജറത്തി തൂബ. തൂബ വൃക്ഷത്തിന്മേൽ ഞാനത് കണ്ടു. വഅലാ വറഖി സിദ്റത്തിൽ മുൻതഹ. ഖുർആനിൽ പറഞ്ഞ സിദ്റത്തുൽ മുൻതഹ ഇല്ലേ, അതിന്റെ ഇലമേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് മോനെ ഫഅക്സിർ ദിക്റഹു ഫഇന്നൽ മലായികത തദ്കുറുഹു ഫീ കുല്ലി സഅതിഹാ. സർവമാന സമയത്തും അല്ലാഹുവിന്റെ മലായികത്ത് ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മോനെ. അതുകൊണ്ട് നീയും പറയണം എന്ന് സയ്യിദുനാ ആദം. ആർക്കോ സംശയമുണ്ടോ? മലായികത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഈ ആയത്ത് ഇപ്പോ ഓതിയിട്ടില്ലെങ്കിൽ അങ്ങനൊക്കെ ഇപ്പൊ മലക്കൾ ഇങ്ങനെ നബിന്റെ പേര് പറയണ പണിയാണോ എന്നാണ് ചിന്തിക്കുക. ഇന്നല്ലാഹ വമലായികതഹു. റസൂലുള്ളാഹിന്റെ പേര് പറയുകയല്ല, മലായികത്തതാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സദാസമയം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നു. അപ്പോഴ് റസൂലുള്ളാഹി തങ്ങളുടെ പേരുകൾ എവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടു എന്ന കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അഭൗതികമായ അഭൗമ സ്വർഗ മണ്ഡലങ്ങളിൽ സൗരയൂഥ മേഖലകളിൽ എന്ന ഭൂമിയിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടോ? അതും വേണമല്ലോ നമുക്കൊന്ന് വായിക്കുക. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി നുബുവത്ത് കിട്ടുമ്പോഴേക്ക് തന്നെ ഇത്രയും വലിയ ആളാണ് നുബുവത്തിന് മുമ്പ് എങ്കിൽ പിന്നെ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം നമുക്ക് എത്ര പറയണം? ഈ വാഴ് പരമ്പര കഴിഞ്ഞ നിമിഷം മുതൽ ഇൻഷാ അല്ലാഹ് 10 സലാത്ത് അധികം ചെല്ലുന്ന മുഅ്മിനീങ്ങളിൽ പെട്ടവരാകണം നമ്മൾ. ഈമാൻ വർദ്ധിക്കുന്നവരാകണം നമ്മൾ. മഹബത്ത് വർദ്ധിക്കുന്നവരാകണം നമ്മൾ. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം നമ്മൾ. റസൂലുള്ളാഹിന്റെ ഇസ്ലാമിനെ ഉറക്കെ പിടിച്ചു നിർത്തുന്നവരാകണം നമ്മൾ. അതിലേക്ക് സഹായകമായ വിശ്വാസം ഉറപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ഞാൻ പറയാം, ഇനി ഞാൻ പറയുന്നത് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമൊന്നുമല്ല, എന്നാലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പറയണം. ഞാൻ തന്നെയും കൂടുതൽ വായിക്കുന്നതിന് മുൻപ് ഇത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തെന്നറിയോ? പത്രകോളങ്ങളിൽ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. അറേബ്യൻ പത്രങ്ങള് വിവിധ കട്ടിങ്ങുകൾ നമ്മുടെ സുഹൃത്തുക്കൾ സൂക്ഷിക്കലുണ്ട്. അപൂർവം ചില മരത്തുമ്മല്, ചില ചെടിമ്മല്, ചില പഴങ്ങളുടെ ഉള്ളിൽ, ചില മത്സ്യങ്ങളുടെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ട ചില കഥകൾ പത്രങ്ങളിൽ വരാറുണ്ട്. എന്റെ കയ്യിലീടെ ഒരു 2 വർഷം മുൻപ് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴിവിടെ കൊണ്ടുവന്നിട്ടില്ല. ഏതോ ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ കട്ടിങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരു പഴം മുറിച്ചപ്പോഴും അർദ്ധഭാഗത്തുമായി കണ്ടു എന്ന്. ഇത് ഈ അടുത്ത പത്രങ്ങളിൽ ഉണ്ടായതാ. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, പത്രങ്ങളിലുള്ളതല്ലേ. ഒരു 3-4 പത്രങ്ങളൊക്കെ ഇവക വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വേണ്ടത് എന്താണ്? അന്വേഷണ ബോധമുള്ള ഇസ്ലാമിക പത്രപ്രവർത്തകൻ അത് വായിച്ചിട്ട് ഏതാ പത്രത്തിന്റെ ഓഫീസിൽ പോവുക, എന്നിട്ട് എവിടുന്നാ ന്യൂസ് വന്നതെന്ന് നോക്കിയിട്ട് ന്യൂസുള്ള പോയിന്റ് പോവുക. അതിന് എത്ര പൈസ ചെലവാക്കിയാലും മുതലാകും. കാരണം ഇത്തരം ഒരു ചരിത്ര കാര്യം, ഇത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ പേരുകൾ അവിടെ എഴുതപ്പെട്ടു ഇവിടെ എഴുതപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതർത്തൊക്കെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ കാണാം. ചിലത് വ്യക്തമായിട്ടൊന്നും കാണൂല, ഒരു വായിച്ച് ഒപ്പിച്ച് തീർക്കാൻ പറ്റുന്നത്. ചിലത് വളരെ വ്യക്തമായിട്ടും കാണാം. ഏതായാലും ഈ കാലഘട്ടത്തിലെ കഥയാണ് ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇത് പണ്ടുണ്ടായിരുന്നോ എന്നൊരു വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മകാലഘട്ടത്തിന് മുൻപത്തെ കഥയും ശേഷമുള്ള കഥയും ഇത്തരം ചില കാഴ്ചകൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഉല്ലേഖനം ചെയ്യപ്പെട്ട പഴങ്ങളെയും വൃക്ഷങ്ങളെയും
ചെടികളെയും മത്സ്യങ്ങളെയും ഒക്കെ കണ്ടതായി നേരിട്ട് കണ്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. അത്ഭുത ലോകം എന്ന് പറഞ്ഞ് റേഡിയോയിൽ ഉണ്ടാകലുണ്ട് ഒരു പരിപാടി, കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ ഉണ്ടാകലുണ്ട് ചില സംഗതികൾ. ഇതൊക്കെ വിശ്വസിക്കുന്നതിനേക്കാളും എത്രയോ ദൃഢമായ റിപ്പോർട്ടല്ലേ ഇസ്ലാമിന്റെ വലിയ പണ്ഡിതന്മാര് നേരിട്ട് കണ്ട ഒരു സംഗതി അവരുടെ കിതാബിൽ നേരിട്ട് എഴുതി വെച്ചാൽ അത് പിന്നെ വഴീഫ് നേരേണ്ട കാര്യമല്ല, അവരുടെ കൈകൊണ്ട് അവരെഴുതി വെച്ചതാ. വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതൊന്നുമല്ല. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ഉയർത്തിപ്പറഞ്ഞ മതപണ്ഡിതന്മാരിൽ പലരും ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഒന്നുദ്ധരിക്കാം. ആദ്യം ഇന്ത്യയിൽ കണ്ട ഒരു കാഴ്ച. അൽ ഹാഫിദ് ഇബ്നു അസാകിർ തന്റെ ഡമസ്കസ് ചരിത്രത്തിൽ താരീഖ് ദിമിഷ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അദീം ഹിജ്റ 660 വഫാത്തായ ആളാണ് ഇബ്നുൽ അദീം. അദ്ദേഹത്തിന്റെ താരീഖു ഹൽബ് അലപ്പോയുടെ ചരിത്രത്തിൽ, അതുപോലെ ഇമാം ഹാഫിദ് സുയൂത്തി തന്റെ ഖസായിസിൽ, ഈ 3 ഗ്രന്ഥങ്ങളിലും വായിക്കാൻ കഴിയുന്നു ഒരു സംഭവം. ആരാണ് പറയുന്നത്? അബുൽ ഹുസൈൻ അലി ഇബ്നു അബ്ദുല്ലാഹിൽ ഹാഷിമി. അദ്ദേഹം ഇന്ത്യയിൽ പര്യടനം നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ത്യ രാജ്യത്ത് ചെന്നു. ഇന്ത്യയിൽ ചെന്നപ്പോൾ അവിടെ ആകെ ഒരു വർദ്ധമാനം. ഒരു പ്രത്യേക പ്രദേശത്ത് പോയപ്പോൾ ഒരു ചെടി, ഒരു മരം, ആ മരത്തിന്റെ ഇലയ്ക്ക് ചെറിയ കറുപ്പ് കളറുണ്ട്. അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പൂവ്, ആ പൂവിന്റെ ഇതളുകൾ തുറന്നപ്പോൾ മക്തൂബൻ അലൈഹാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, വെളുത്ത നിറത്തിലുള്ള വ്യക്തമായ എഴുത്ത്, അതുമായി ഒരാൾ എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനത് വായിച്ചു. ഫശഖത്തു ഫീ ദാലിക്, ഇത് ശരിയല്ല, ഇത് ആരോ വെറുതെ പടച്ചുണ്ടാക്കിയതായിരിക്കും എന്ന് ഞാൻ സംശയിച്ചു. ഫഖുൽതു ഇന്നഹു മാമൂലുൻ, അത് മാമൂലാണെന്ന് പറഞ്ഞു. മാമൂല് അറബിയാണ്, മലയാളമല്ല. മാമൂൽ, അത് മലയാളികൾ പറയുമ്പോൾ മാമൂൽ എന്നൊന്നും പറയാൻ കഴിയൂല. മാമൂൽ നമ്മൾ സാധാരണ സാധുക്കളല്ലേ, അപ്പൊ മാമൂല് എന്നാ പറയാ. ആരോ എഴുതി പ്രവർത്തിച്ചു ഒപ്പിച്ചുണ്ടാക്കിയതായിരിക്കും എന്ന് ഞാൻ സംശയിച്ചു. ഒരു പുഷ്പത്തിന്റെ ഇതളിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കണ്ട പണ്ഡിതനാ പറയുന്നത്. എനിക്ക് സംശയമായി, ഞാനത് വിശ്വസിച്ചില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ എന്റെ അടുത്ത് വന്നു, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഫഅമിത്തു ഇലാ ഹബ്ബത്തിൻ ലം തുഫ്തഹ്, ഒരിക്കലും തുറക്കാത്ത ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ ഒരു പൂവ് പറിച്ചു. ആരും അതിന്റെ മുമ്പ് തുറന്നിട്ടില്ല, മുമ്പൊരാൾ എഴുതി വെച്ചതാണെന്ന് പറയാൻ കഴിയൂല. അങ്ങനത്തെ ഒരു പൂവ് ഞാൻ പറിച്ചു. ഞാൻ പറിച്ചെടുത്ത് നോക്കിയപ്പോൾ ഫറഅയ്തു ഫീഹാ കമാ റഅയ്തു ഫീ സാഇരിൽ മിർദ്, മറ്റേ പൂവിൽ കണ്ടതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വെളുത്ത രൂപത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. വഫിൽ ബലദി മിൻഹു ശൈഉൻ കസീർ, വളരെ കൂടുതൽ പൂവുകൾ അവിടെ ഉണ്ടായതായി അറിയപ്പെട്ടു. ആ നാട്ടുകാർ വിഗ്രഹാരാധന നടത്തുന്നവരാണ്, അവരുടെ ഇടയിൽ ഇത് സംസാര വിഷയമായിരിക്കുന്നു എന്ന്. ഇത് ഞാൻ പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ. ഇമാം ഇബ്നു അസാകിർ താരീഖ് ദിമിഷ്കിൽ ഉദ്ധരിച്ചത്, ഇബ്നുൽ അദീം താരീഖ് ഹൽബിൽ ഉദ്ധരിച്ചത്, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി അൽ ഖസായിസിൽ ഉദ്ധരിച്ചത്. ഇതൊരു വാർത്ത എന്ന നിലക്ക് നമുക്ക് സ്വീകരിക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തെ അല്ലാഹു തആല ചിരപ്രതിഷ്ഠ നേടാൻ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ തെളിവുകളും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വത്തിന് ഇനിയും എത്ര, ഒന്നും രണ്ടും ഒന്നുമല്ല, മറ്റൊരു സംഭവം കൂടി ഏതായാലും പറയാം, ഇനി കൂടുതൽ സമയമില്ല. അശ്ശൈഖ് അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റൗദുർ റയാഹീൻ എന്ന കിതാബിൽ മഹാന്മാരായ ചില ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അബൂ യാക്കൂബ് സയ്യാദ് എന്ന് പറയുന്ന മഹാത്മാവ്, അദ്ദേഹം പറയുന്നു, ബസറയിലെ ഇറാഖിലുള്ള അൽ ഉബുല്ല നദിയിൽ ഞങ്ങൾ ചൂണ്ടലിടുമ്പോൾ, മീൻ പിടിക്കുമ്പോൾ ഒരു മത്സ്യം ഞങ്ങൾക്ക് ലഭിച്ചു. മത്സ്യത്തിന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറുഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കണ്ടപ്പോൾ അതിനെ കൊല്ലുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ അതിനെ ഉപേക്ഷിച്ചു. മറ്റൊരു സംഭവം, പ്രശസ്തനായ അബൂബക്റുൽ ഖത്തീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരീഖ് ബഗ്ദാദിൽ ഉദ്ധരിക്കുന്നു, അബ്ദുറഹ്മാൻ ഹാറൂനുൽ മഗ്രിബി, മൊറോക്കോക്കാരനായ അബ്ദുറഹ്മാൻ എന്ന മഹാപണ്ഡിതൻ പറയുന്നു, ഞങ്ങൾ കപ്പലിൽ യാത്ര നടത്തി, മൊറോക്കോയുടെ ഭാഗത്തെത്തി. അവിടെ സൂത്തൂൻ എന്ന് പറയുന്ന പോയിന്റിലെത്തിയപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ
സിസിലിയക്കാരനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ചൂണ്ടലിട്ടപ്പോൾ ഒരു മീൻ, ആ മീൻ ഏകദേശം ഒരു ചാൺ വലിപ്പമേ ഉള്ളൂ. ഞങ്ങൾ മീനിനെ ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ ഒരു ചിറകിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേ ചിറകിന്മേൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് വളരെ വ്യക്തം. വകാന അബിയന മിൻ നഖ്ഷിൻ അലാ ഹജരിൻ, കല്ലിന്മേൽ കൊത്തിവെച്ചതിനേക്കാളും വ്യക്തതയുള്ള എഴുത്താണ്. മീനാകട്ടെ വെളുത്തതും കറുത്ത രീതിയിലുള്ള എഴുത്തും. കഅന്നഹ കിതാബത്തും ബിഹബിരിൻ, മഷി കൊണ്ട് എഴുതിയതാണെന്ന് പെട്ടെന്ന് തോന്നിപ്പോകും. അതിന്റെ തൊലിയുടെ അകത്താണ്. ഫഖദഫ്നാഹാ ഫിൽ ബഹർ, ഞങ്ങൾ അതിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ഇമാം ഖതീബുൽ ബഗ്ദാദി തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ്. ഏതുമാകട്ടെ ഇമാം അൽ ബൈഹഖി റളിയല്ലാഹു അൻഹു, മമ്പന്മാരെ പേര് പറയുമ്പോൾ ഇമാമുൽ ബൈഹഖി ഹദീസിന്റെ സനദിൽ മുസ്തനദാണ്, മുഅ്തമദാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്നു, വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞ ഒരു നിധിയുടെ കഥയുണ്ട്. അത് നബി ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം സംരക്ഷിച്ച ഒരു നിധിയുടെ കഥ. അതിപ്പോൾ പറയുന്നില്ല. ആ നിധിയുടെ പറ്റി പറയുന്നു, വഇന്നൽ കൻസ കാന ലൗഹൻ മിൻ ദഹബിൻ. എന്തായിരുന്നു ആ നിധി? ഒരു സ്വർണത്തിന്റെ ഫലകമായിരുന്നു. നിധി പല രൂപത്തിലുണ്ടാവലുണ്ട്. ചെമ്പായിട്ടുണ്ടാവലുണ്ട്, കുടുക്കയായിട്ടുണ്ടാവലുണ്ട്, പന്തായിട്ടുണ്ടാവലുണ്ട്. എനിക്ക് കിട്ടിയതിനെ പറ്റിയാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതിനെ പറ്റി നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞാൽ നിധിയെക്കുറിച്ച് കേട്ടുകേൾവിയാണ് നമുക്കുള്ളത്. അത് കിട്ടിയവരുണ്ടെങ്കിലും വല്ല സംഭാവനയൊക്കെ തന്നാ പറ്റൂ. ഞാൻ പറയട്ടെ, വകാന തഹ്തഹു കൻസുൽ ലഹുമാ എന്ന് ഖുർആനിൽ പറഞ്ഞ ആ നിധി അത് സ്വർണത്തിന്റെ ഒരു ഫലകമായിരുന്നു. എന്താണ്? മക്തൂബുൻ അലൈഹാ ബാഉൽ വഫായ, ചില ഉപദേശങ്ങളെല്ലാം അതിൽ കോറിയിട്ടിട്ടുണ്ട്. അതിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഇമാം സുയൂത്തി അൽ ഖസായിസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ എത്രയോ മുൻപ് സുവർണ രേഖകളിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു ആ പേര്. ഇങ്ങനെ ഏതെല്ലാം ഭാഗം ഇനി വരട്ടെ. ഇനി വിളിച്ചു ചേർത്ത സമ്മേളനം, അമ്പിയാ മുർസലുകളെ മുഴുവൻ വിളിച്ചു ചേർത്ത് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ പ്രഖ്യാപനത്തിൽ പ്രതിജ്ഞ നടത്തി. പ്രതിജ്ഞ ഏറ്റുപറഞ്ഞു, ഇത് പരിശുദ്ധ ഖുർആനാണ്. ഞാനൊരു കാര്യം പറയാം. ചില കാര്യം പറയുമ്പോൾ പറയാം, അത് ഞാൻ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നില്ല അത് ബുദ്ധിപരമാണ് എന്ന് തോന്നുന്നില്ല, അത് യുക്തിരഹിതമാണ് എന്ന വാദങ്ങളൊക്കെ ആരെങ്കിലും ഉന്നയിക്കാം. ഞാൻ പറയട്ടെ, യുക്തിരഹിതമായ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞാലോ അത് അംഗീകരിക്കും. എന്നാ പിന്നെ യുക്തിരഹിതമായ കാര്യം ഹദീസിൽ വന്നാലും അംഗീകരിച്ചുകൂടെ? ഖുർആനിന്റെ മൗലികമായ തത്വങ്ങൾക്കെതിരായ എതിരല്ലാത്ത ഇത്തരം കാര്യങ്ങളെയൊക്കെ അംഗീകരിക്കുന്നതിന് ബുദ്ധിയുടെ പിന്തുണൊന്നും ആവശ്യമില്ല. നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാത്ത നിരവധി കാര്യങ്ങൾ ഇസ്ലാമിക യാഥാർത്ഥ്യങ്ങളിലുണ്ട്. അത് മുഴുവൻ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ യുക്തി ഇനിയും വികസിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ സമ്മേളനം ചേർത്ത കഥ അല്ലാഹു പറയുന്നു സൂറത്തു ആലു ഇംറാൻ, വഇദ് അഖറല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين فمن تولى بعد ذلك فأولئك هم الفاسقون. വളരെ ചുരുക്കി പറയട്ടെ, എല്ലാ അമ്പിയാ മുർസലുകളുടെയും കരാറിനെ നാം പിടിച്ചു. എല്ലാ അമ്പിയാക്കളുടെയും അർവാഹിന്റെ ലോകത്ത് നാം സമ്മേളിച്ചു. ഖുർആൻ പറയുന്നതാണ്, എല്ലാ നബിമാരോടും നാം കരാറ് സ്വീകരിച്ചു. നിങ്ങൾക്ക് നാം വേദം നൽകി, തത്വജ്ഞാനം നൽകി. നിങ്ങളുടെ സത്യത്തെ വാസ്തവമാക്കുന്ന എന്റെ അവസാനത്തെ റസൂലായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ മഹാനുഭാവനെ നിങ്ങൾ സഹായിക്കണം. ആ മഹാനുഭാവനിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കണം. നിങ്ങൾ സമ്മതിച്ചില്ലേ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ എല്ലാ നബിമാരും പറഞ്ഞു, അഖറർനാ, ഞങ്ങൾ സമ്മതിച്ചു റബ്ബേ, ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ. അല്ലാഹു പറഞ്ഞു, ഫഷ്ഹദൂ വഅന മഅക്കും മിനശ് ഷാഹിദീൻ. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണമെന്ന കരാറ് ഇതാ ഞാൻ സാക്ഷി, നിങ്ങളും സാക്ഷികൾ.
ഇങ്ങനെ മുഴുവൻ അമ്പിയാവിനെ കൊണ്ടും പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ റസൂലുള്ളാഹി തങ്ങളുടെ വരവ് അള്ളാഹു സാധിപ്പിച്ചിട്ടുള്ളൂ. ഇത് സൂറത്തു ആലു ഇമ്രാൻ. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തബരി ഇതിന്റെ തഫ്സീറിൽ ഇമാം തബരി പറയുന്നു, ലം യബഅസില്ലാഹു നബിയ്യൻ ആദമ ഫമൻ ബഅദഹു. ആദം നബി മുതൽക്ക് ശേഷമുള്ള മുഴുവൻ നബിമാരെയും അള്ളാഹു നിയോഗിച്ചപ്പോൾ ഇല്ല അഖദ അലൈഹിൽ അഹദ ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ വന്നാൽ നിങ്ങൾ സമ്മതിക്കണം, നിങ്ങൾ അംഗീകരിക്കണം. ലയിം വൈസ വഹുവ ഹയ്യുൻ ലയുമിനുന്ന ബിഹി വലയൻസുറന്നഹു. നിങ്ങളുടെ ജീവിതകാലത്ത് മുഹമ്മദ് മുസ്തഫ അഥവാ വന്നാൽ നിങ്ങൾ സമ്മതിക്കണം, അംഗീകരിക്കണം, വിശ്വസിക്കണം. അങ്ങനെ കരാർ എഴുതാത്ത ഒരൊറ്റ നബിയും ഈ ഉലകത്തിൽ വന്നിട്ടില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വന്ന നിവേദനം. ബുഇസ്തു ഇലന്നാസി കാഫ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിനെ പറ്റി ഖുർആൻ ഹദീസാണ്. ബുഇസ്തു ഇലന്നാസി കാഫ, എല്ലാ മനുഷ്യരിലേക്കുമാണ് അള്ളാഹു എന്നെ അയച്ചത്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് എല്ലാ ഉമ്മത്തുകൾക്കും ബാധകമാണ്. ഏത് ഉമ്മത്തിലുള്ള ആളായാലും തിരക്കടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ നിയോഗത്തിന്റെ ശേഷം വന്നാൽ റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല മറ്റ് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞത്, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ് ഖാലല്ലാഹു അസ്സ വജൽ. ഇവിടെ മുതഅല്ലിമുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്താണ്? നബിയെ, പറഞ്ഞു പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ 18ഓളം വരുന്ന അമ്പിയാക്കളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് ശേഷം പറയുന്നു, അവരെല്ലാവരും അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാണ്. ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ ഹിദായത്തിനോട് തങ്ങൾ പിന്തുടരുക. അവരുടെ ഹുദ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ സന്മാർഗ സന്ദേശം, അത് നിങ്ങൾ പിന്തുടരണം നബിയെ എന്നല്ലാതെ നബിമാരെ പിൻപറ്റാൻ അല്ലാഹു തആല നബിയോട് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കേണ്ടതാണത്. ഒരു നബിയെയും നബിമാരുടെ മാതൃകയെ, നബിമാരുടെ ജീവിതത്തെ പിൻപറ്റാൻ അല്ലാഹു തആല നബിയോട് പറഞ്ഞിട്ടില്ല. മറ്റൊരിടത്ത് കാണാം, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഇബ്രാഹിം നബിയെ പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അഥവാ ദീനുല്ലാഹിൽ ഇസ്ലാമിനെ പിൻപറ്റണം നബിയെ. അതേ സന്ദർഭത്തിൽ അമ്പിയാക്കളോട് അല്ലാഹു പറഞ്ഞത് നേരെ മറിച്ചാണ്. നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മതത്തെ പിൻപറ്റണം എന്നല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ജീവിതത്തെ പിന്തുടരണം എന്നാണ്.